കുട്ടികൾ നന്നാകാൻ സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. കുട്ടികൾ നന്നാവാൻ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നല്ല രൂപത്തിൽ കുട്ടികൾ നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ചിലപ്പോൾ മക്കളെ കൊണ്ട്, ചിലപ്പോൾ കുടുംബത്തെ കൊണ്ട് പല വിഷമം ഉണ്ടാവും. മാനസികമായി തളർച്ച അനുഭവപ്പെടുന്ന സമയത്ത് മനുഷ്യൻ ഇന്ന് ചെയ്യണത് എന്താ? ആത്മഹത്യ ചെയ്യാം അല്ലേ? പല ആൾക്കാരും ചിലപ്പോൾ പത്രം എടുത്തു നോക്കിയാൽ ആത്മഹത്യ ചെയ്ത വാർത്ത ഇല്ലാത്തൊരു ദിവസമല്ല, എല്ലാ ദിവസവും ആത്മഹത്യ എങ്ങനെ ചെയ്തിട്ട് മുമ്പൊക്കെ ഏതെങ്കിലും കാട്ടിൽ ഏതെങ്കിലും ഒരാൾ തൂങ്ങിച്ചത്ത വിവരം ഉണ്ടാകല്. ഇപ്പൊ കുടുംബസമേതം ആത്മഹത്യ അല്ലേ? വയനാട്ടിൽ ഇതിനിടക്ക് കർഷക തൊഴിലാളികളൊക്കെ ആത്മഹത്യല്ലേ ഇല്ലേ? എന്താ ആത്മഹത്യ ചെയ്തുകൊണ്ട്? ആത്മഹത്യ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്നാണ് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നല്ല സുഖാണ്. ഇപ്പൊ ആൾക്കാർ കൂട്ട ആത്മഹത്യ എങ്ങനെ ചെയ്യുന്നുണ്ട? അവിടെ പോയിട്ടുള്ള വിവരം കേട്ട ആരോ കൊടുത്ത മാതിരിണ്ട്. ഇങ്ങോട്ട് പോരും, ഇവിടെ നല്ല മട്ടാണ് ആണ് ചെല്ലി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണ്ട് നമ്മളെ നാട്ടിലുണ്ടായി കുഞ്ഞാനും കുഞ്ഞൽവിയും രണ്ടാള്. എല്ലാ തോന്നിയാസത്തിലും ഓരോപ്പ. ഒരു ചങ്ങായിയാണ് മരിച്ചു. മരിച്ചപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി, അല്ല നമ്മളെ കുഞ്ഞൽവി ഇപ്പൊ ഒറ്റക്കായല്ലോ. ഓന്റെ കണ്ണൂക്കിന്റെ അന്ന് ബനുവാണ് മരിച്ചു. മറ്റോന്റെ മൂന്നിന്റെ അന്ന് ബനുവാണ് മരിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, എങ്ങനെയാ മരിച്ചതൊക്കെ? മറ്റവനോട് കബർന്ന് എന്ത് ചോദിച്ചാലും ഓൻ പറയും. സംഗതിയൊക്കെ ശരിയാ, മുഴുവൻ പറയുകയാണെങ്കിൽ മറ്റവനെയും കിട്ടണം എന്നാണ്. അങ്ങനെയാണ് ഇപ്പം മൂന്നിന്റെ അന്ന് തന്നെ മരിച്ചത്. സുബ്ഹാനല്ലാഹ്. മാണ്ടാത്തിന് കൂറാകാൻ നിൽക്കണ്ട, അള്ളാഹു ഖൈറ് തരും. തങ്ങന്മാരും ആലിമീങ്ങളും ഒക്കെ വരുന്നുണ്ട്. അള്ളാഹു നമ്മളെ മുബാറക്കായ നല്ല ബർക്കത്തുള്ള സഭയാക്കി തരട്ടെ. അങ്ങനെ വന്ന് വലിയ ഞങ്ങൾ പാപ്പ വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ മൂല്യന്മാരും തങ്ങന്മാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, എന്നാ മറ്റേ ഇപ്പം ബേക്കറി വരുന്നുണ്ടാവും. അങ്ങനെയാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ മാനസികമായി മനുഷ്യൻ പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. സാമ്പത്തികമാകാം, രോഗാകാം, ശരീരത്തിൻ്റെതാകാം, കുടുംബത്തിൻ്റെതാകാം, ഭാര്യയും ഭർത്താവും തമ്മിലാകാം, നേരം വെളുക്കൽ വൈകുന്നേരമാകണം, മനസ്സിന് യാതൊരു സമാധാനം പെണ്ണുങ്ങൾക്കുമില്ല മാപ്പിളക്കുമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഏത് പ്രതിസന്ധിയുള്ള സമയത്തും നിനക്കൊരു കാവൽ നിൽക്കണോ? നിനക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് അറിയാതെ രക്ഷപ്പെടണോ? ഹബീബുനാ റസൂലുള്ളാഹി. എടോ, നിന്റെ മനസ്സിന്റെ നിയ്യത്ത് എന്താണെങ്കിൽ ഞാൻ നിയ്യത്ത് മനസ്സിൽ അവിടെ വെച്ചിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ എന്ന് ഓതിയിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. യാസീൻ നല്ലപോലെ ഒന്ന് ഓതിക്കോ. ഞാനിനി അവിടെ ഒരു 2 വാക്ക് പറയാം. ഓതിയാ പോരാ, അത് പടച്ചോന്റെ കലാമായിട്ട് ഓതണം. ഞമ്മക്കുണ്ടല്ലോ ഒരു ഓത്ത്. എങ്ങനെ? എന്തേ പോതിയത്? അതിന്റെ ഇടയിൽ കോട്ടാ വീഴാച്ചാൽ ഒറ്റ അടിയന്റെ അടിച്ചാണ്. അങ്ങനെയാ ഖുർആനോദല്. ഞമ്മളെ കോട്ടാവിയും വർത്താനം ചിരിയും കളിയും അതൊക്കെ ഈ ഓത്തിന്റെ അടിയിൽ കൂടെ തന്നെ. സുബ്ഹാനല്ലാഹ്. വേറെ ചില സംസാരങ്ങൾ നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ അടക്കപ്പുറത്ത് മറ്റോരൊന്ന് തോണ്ടിയിട്ട് പിന്നെന്തൊക്കെയായി വൈദാഹും മുബീൻ. പിന്നെ മറ്റേ സംഗതി എന്തായി? വൈദഹസീമും മുബീൻ. ഇന്നാളാ പറഞ്ഞ വിഷയം. ഇതിനൊന്നും ആ കൂലി കിട്ടാൻ പോണില്ല. എന്തേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശൈത്താൻ മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളും മലക്കുകളും അടുത്തു വന്നു. ഇനി നമ്മൾ ഖുർആന്റെ ആയത്തെ എത്ര ഓതുന്നോ അതനുസരിച്ച് റഹ്മത്തിന്റെ മലക്കുകള്, സയ്യാഹികളായ മലക്കുകള്, ഹഫളത്തിന്റെ മലക്കുകള്, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകള് ഒക്കെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കാം. അള്ളാഹുവിന്റെ കലാമ് നമ്മൾ ഓതുമ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ അധികം ഓതണമെന്ന അഭിപ്രായമില്ല. ഓതുന്നത് നന്നാക്കി ഓതിക്കോ. സയ്യിനൂ അസ്വാതക്കും ബിൽ ഖുർആൻ. ത്വാഹ റസൂലുള്ളാഹി. അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب.
وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ആദരണീയരായ സയ്യിദന്മാർ, ഉസ്താദുമാർ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സ്നേഹമുള്ള മുഅ്മിൻ സഹോദരങ്ങൾ, മുതഅല്ലിമുകളെ, അല്ലാഹു ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടിയതുപോലെ മാതാപിതാക്കൾ കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് ജന്നാത്തുൻ നഈമിലിരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മെ നാമാക്കി വളർത്തിയെടുത്ത നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും അയൽവക്ക ബന്ധത്തിലും സ്നേഹബന്ധത്തിലും പ്രാസ്ഥാനിക ബന്ധത്തിലുമായി നമ്മോടൊപ്പമുള്ള ധാരാളം ആളുകൾ ഖബറിലാണ്. അല്ലാഹുവേ, അവരെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. നാളെ ആ ഖബറിൽ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ കൂട്ടുകാർ, മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ നിലനിർത്തണേ അല്ലാഹ്. മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ഒരു ദീനീ ദഅവയാണ് വഅള് പരമ്പര. വിശുദ്ധ റമളാനിന്റെ 2 മുതൽ 27 വരെ 27 തൗബ ചൊല്ലി വഅള് നിർത്തുക. എന്റെ കുട്ടിക്കാലത്തൊക്കെ അതുണ്ടായിരുന്നു. അതിന്റെയും മുമ്പ് നമ്മളെ വാപ്പാരൊക്കെ പറയുന്നത് കേട്ടു 40 ദിവസത്തെ വഅളുണ്ടായി. ഇപ്പൊ ഓരോ സംഗതികളും ഇങ്ങനെ പുരോഗമിച്ച് പരിഷ്കരിച്ച് അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ 40 ദിവസവും 30 ദിവസവും ഒക്കെ പോയി അത് 1 ദിവസവും അര ദിവസമൊക്കെ ആയി ചുരുങ്ങി. കൊടിഞ്ഞിയിലെ സുന്നി പ്രവർത്തകന്മാർ, പഴമക്കാരായ വിശ്വാസികൾ, നമ്മുടെ വാപ്പമാര് വല്യപ്പമാരൊക്കെ നിലനിർത്തിപ്പോന്ന ആ പഴമയുടെ തനിമ നിലനിർത്തി ജനങ്ങൾക്ക് പഠിക്കാൻ ഉപകരിക്കുന്ന ഇങ്ങനെ ഒരു വഅള് സംഘടിപ്പിച്ചതിൽ ഇതിന്റെ സംഘാടകർ, അതിന്റെ കമ്മിറ്റിക്കാർ, അതിന് ചർച്ച ചെയ്തവർ, അത് തീരുമാനിച്ചവർ, അവർക്കെല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യാതെ പറ്റില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ഈ അങ്ങാടിയുടെ ഓരത്ത് ഇത്ര സൗകര്യമുള്ള ഒരു സ്ഥലം ഈ വിഷയത്തിന് വേണ്ടി കിട്ടി എന്നത് അൽഹംദുലില്ലാഹ് വല്ലാത്ത ഒരു സന്തോഷമാണ്. എന്റെ അറിവിൽ ഈ സ്ഥലം ഈ ഒരു 10 ദിവസത്തിന് എന്നല്ല, ഇനി കാലാകാലവും ദീനീ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഇത് വഖഫായി ചെയ്യാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് ഈ അങ്ങാടിയുടെ ഹൃദയത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ സ്ഥലം ആഖിറത്തിലേക്ക് ഒരു സമ്പാദ്യമാക്കാൻ മനസ്സ് തോന്നിയ ആൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ.
അള്ളാഹു അയാളെ ദുനിയാവും ആഖിറവും ഇസ്സത്തിലാക്കി കൊടുക്കുമാറാകും. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്കും അറിയുന്ന ആളാണ് നമ്മുടെ വീട്ടി അഹ്മൂട്ടിയാജി. അൽഹംദുലില്ലാഹ്, ഇത്രയും നല്ല ഒരു സ്ഥലം, അതൊരു ദീനി വിഷയത്തിന് വേണ്ടി ആഖിറത്തിൽ ഒരു സമ്പാദ്യം നിയത്ത് ചെയ്ത് കൊടുക്കാൻ അയാൾക്ക് അള്ളാഹു മനസ്സ് കൊടുത്തല്ലോ. അൽഹംദുലില്ലാഹ്, വളരെ വലിയൊരു ഭാഗം അദ്ദേഹത്തിന്റെ വകയായി ഇതിന് വഖഫായി നൽകി. ബാക്കി വന്ന ഭാഗങ്ങൾ ഈ കൊടിഞ്ഞിയിൽ തന്നെയുള്ള ദീനി ബന്ധമുള്ള ആളുകൾ ആ വഖഫിൽ പങ്കാളികളായി അവരും ചേർന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്ന മർക്കസുൽ ഹുദ, ഹിദായത്തിന്റെ, നേർമാർഗത്തിന്റെ, സിറാത്തുൽ മുസ്തഖീമിന്റെ കേന്ദ്രം, സെന്റർ എന്നർത്ഥം വരുന്ന ഒരു ദീനി സ്ഥാപനം തന്നെ ഈ സ്ഥലത്ത് വരുന്നു എന്ന് പറയുന്നത്. ഇതിൽ പങ്കാളികളാകുന്ന ഓരോ ആളുകൾക്കും അവരെ ആഖിറത്തിലേക്ക് ഇതിനെ അള്ളാഹു വെളിച്ചമാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ വിലപിടിപ്പുള്ള സ്ഥലം ഇതിനു വേണ്ടി സംഭാവന ചെയ്യാൻ സന്മനസ് കാണിച്ച, അതിന് മനസ്സ് വെച്ച വീട്ടി ഹാജി അദ്ദേഹത്തിനും അതിൽ പങ്കാളികളായവർക്കും പടച്ചവനെ നീ ഖൈറ് നൽകണേ അല്ലാ. ആരും അടുത്തില്ല, ഖബറിലെ 2 ചുമരുകൾ മാത്രം. ഇതിന്റെ പ്രതിഫലം അവിടെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. എപ്പോഴും നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ഈ ഗൾഫിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഈ ഭാഗത്തൊക്കെ അധികം. ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചിങ്ങോട്ട് നാട്ടിലേക്ക് പോരുമ്പോഴേ ഒരു 2-3 ലഗേജ് കയ്യിലുണ്ടാവും. ഒന്ന് വലിയ ലഗേജ്, കുട്ടികൾക്കും മക്കൾക്കും ഉമ്മാക്കും അമ്മായിമാക്കും വലിയവർക്കും ഒക്കെ പറ്റിയത് അതിലാണ് ഉണ്ടാകല്. ആ വലിയ ലഗേജാണ് ഇതുവരെ അബുദാബി മുദല്ലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും കെട്ടി തന്നത്. അതൊക്കെ ഇപ്പൊ വീട്ടിലെത്തിച്ചില്ലേ എല്ലാവരും? അൽഹംദുലില്ലാഹ്, ആ ലഗേജിലുള്ളത് ഉപകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ വലിയ ലഗേജിന്റെ ഒപ്പം ഉണ്ടാവും ചെറിയൊരു പെട്ടി, സൂട്ട് കേസ്, കാര്യപ്പെട്ടതൊക്കെ അതിലാണ്ടാകുക. ഈ വലിയ ലഗേജിൽ അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചും കൂടി കാര്യപ്പെട്ടതൊക്കെ വിലപിടിപ്പുള്ളത് ഇതിലാണ്ടാകുക. അതും കൊണ്ട് ഖലീൽ തങ്ങൾ വരുന്നുണ്ട്. ആ പെട്ടിയേറ്റ് ഖലീൽ തങ്ങൾ പുറപ്പെട്ടേക്കണ ഇൻഷാ അള്ളാഹ് പെണ്ണുങ്ങളെ എപ്പോ ഇവിടെ എത്തിച്ചേരും. ആ ഡ്യൂട്ടി ഫ്രീയിലെ കീസിയിലുണ്ടല്ലോ കുറച്ച് വാങ്ങൽ, ഇതും കൂടി നിന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് അതപ്പം നമ്മൾ വാങ്ങാൻ പോണത്. അങ്ങനെയുണ്ടല്ലോ, ആ പ്ലാസ്റ്റിക്കിന്റെ കീസിയിൽ ആ ഡ്യൂട്ടി ഫ്രീന്ന് എന്തെങ്കിലും കുറച്ച് കുട്ടിയൊക്കെ തേക്കാളൊരു സോപ്പും അങ്ങനെയെല്ലാം കൂടി ചവിടുത്തോണ്ടിരുന്ന ഇതും അങ്ങനെയെല്ലാം കൂടി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിടുമല്ലോ അല്ലേ? അത് നമുക്ക് ഇപ്പൊ ഒരു കുറച്ചു നേരമാണ് വാങ്ങാം അല്ലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറ് നൽകുമാറാവട്ടെ. മനുഷ്യ ഹൃദയം എന്നത് നമ്മുടെ ഈ ഭൂമിക്ക് തുല്യമാണ്. നമ്മുടെ ഈ ഭൂമിക്ക് തുല്യമാണ് നമ്മുടെ ഹൃദയം. 1 ഏക്കർ ഭൂമി ഒരാൾ വാങ്ങി, അതിനടുത്ത് മറ്റൊരു ഏക്കർ വേറൊരാളും വാങ്ങി. ആദ്യം വാങ്ങിയ ആൾ അയാളുടെ ഭൂമിയിൽ തെങ്ങ് വെച്ചു. ആ തെങ്ങിന്റെ ഇടക്കൃഷിയായിട്ട് അയാൾ വേറെ ചെറിയ ചെറിയ കൃഷി അത് വെച്ചു. അയാൾ അതിൽ വാഴ വെച്ചു. അതിൽ ഇടക്ക് കാണുന്ന ഒറ്റ അതിരുകളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ, ആ മരങ്ങളിൽ കുരുമുളകിന്റെ വള്ളി നട്ടു. വേറെ ചില മരങ്ങളിൽ വെറ്റിലക്കൊടി വെച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് അതിരുകളിലൊക്കെ മരം, നടുക്കൊക്കെ നല്ല തെങ്ങ്, ഇടക്ക് നോക്കിയാൽ കൈപ്പങ്ങന്റെ കൃഷി, മറ്റേ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ആ 1 ഏക്കർ ഭൂമിയിൽ നോക്കിയാൽ അത് എപ്പോഴും കൊത്തും കളയും വെള്ളവും ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ട് എപ്പോഴും ആ 1 ഏക്കറിൽ അദ്ദേഹത്തിന് എന്തെല്ലാം വരുമാനം. ആ 1 ഏക്കറിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു ചന്തം. അതിൽ കറുകപ്പട്ടുണ്ട്, അതിൽ ചേമ്പുണ്ട്, ചേനുണ്ട്, കൈപ്പങ്ങുണ്ട്, കൃഷിയുണ്ട്, തെങ്ങുണ്ട്, മുളകുണ്ട്, എല്ലാം ഒരു വീട്ടുകാർക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിറഞ്ഞു നിൽക്കാം. എന്താ? ആ 1 ഏക്കർ സ്ഥലത്ത് അയാൾ അധ്വാനിക്കാണ്. അയാൾ വളം ചേർത്തു, വെള്ളം ചേർത്തു, അധ്വാനിച്ചു. അപ്പൊ അത് നിറഞ്ഞു നിൽക്കാം. അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് മറ്റേ ഏക്കറ. അയാളേക്ക് പിന്നെ വന്നു നോക്കിയിട്ടുണ്ട്, റൈസർ കഴിഞ്ഞാണ് പോയതാ. ഇപ്പൊ നോക്കുമ്പോ അതില് ആ ഭൂമിന്റെ വകയായിട്ട് വളരുകയാണ്. എന്തൊക്കെ കമ്മ്യൂണിസ്റ്റ് അപ്പുണ്ട്, മറ്റേ കുറെ പൊന്തിങ്കാടൊക്കെ അതുണ്ട്. അതിൽ എലികൾ വരിക, മൂർക്കമ്പാമ്പ് താമസിക്കുക, അതിൽ വേറെ കുറെ ജീവികൾ. ആ ജീവികൾ ചാൻസ് കിട്ടുമ്പോ മെല്ലെ ആ പറമ്പിൽ ഇങ്ങോട്ട് കിടക്കും. ദീത്ത പൂള മാന്തുക, ദീത്ത മറ്റത് നശിപ്പിക്കുക. അതിലുള്ളതൊക്കെ നാശകാരികളാണ്. ഇതിലുള്ളതൊക്കെ ഏതുവാണ്? നല്ല
എന്താണ് ഈ ഭൂമിന്റെ വ്യത്യാസം? ഭൂമിയിൽ സമ്പന്നമായ ധാരാളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ കാലിനടിയിൽ ഞാൻ നുറുസുക്കും എന്ന് പറഞ്ഞില്ലേ അള്ളാഹു താല, നിങ്ങൾക്കുള്ള റിസ്ക് നിങ്ങളെ കാലിനടിയിലുണ്ട്. പക്ഷെ അത് മാന്തി അധ്വാനിച്ച് കളച്ച് വെള്ളം വെക്കേണ്ട അടുത്ത് വെള്ളം വെച്ച്, വളം ചേർക്കേണ്ട അടുത്ത് വളം വെച്ച്, തെങ്ങിന് പറ്റിയടുത്ത് തെങ്ങ് വെച്ച്, കഴുങ്ങിന് പറ്റിയടുത്ത് കഴുങ്ങ് വെച്ച്, വായ പറ്റിയടുത്ത് വായ വെച്ച്, കൈപ്പങ്ങ പറ്റിയടുത്ത് കൈപ്പങ്ങ വെച്ച്, ഓരോന്നിനും ആവശ്യമായ കള ബാക്കിയുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ അധ്വാനിക്കുമ്പോൾ ഭൂമി ഇഷ്ടം പോലെ നമുക്ക് തരും. ഭൂമി ഇഷ്ടം പോലെ തരും. അതേ സമയത്ത് അതൊന്നും ചെയ്യാതെ അവിടെ വെച്ചാലോ കാട് പിടിച്ച് എല്ലാവർക്കും ശല്യമായി കിടക്കും അല്ലേ? ഇതേ അനുഭവം ആണ് മനുഷ്യ ഹൃദയത്തിന്. നമ്മുടെ ഹൃദയം എന്നത് ഒരു ലോകമാണ്. നമ്മുടെ ഹൃദയം ഒരു ലോകമാണ്, വലിയ ഒരു ലോകമാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിന് വളവും കൊത്തും കളയും ചെനക്കലും കൃഷിയും ഒക്കെ അതിലുണ്ടാക്കുകയാണോ? നമ്മുടെ ഹൃദയത്തിൽ നല്ല കാഴ്ച സാധനങ്ങൾ ഉണ്ടാകും, നല്ല സമ്പന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും ഹൃദയം. അതൊന്നും ചെയ്യണില്ലേ, അത് കാട് പിടിച്ച് കുരുട്ടായി കാട്ടാനിയും കരടിയും മൂർക്കം പാമ്പും ബാക്കിയുള്ളതൊക്കെ ആയി പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പും ഹസദും അസൂയയും ബാക്കിയുള്ളതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകും. നമ്മുടെ ഹൃദയത്തെ നാം കൃഷി ചെയ്യാം. ഭൂമിയെ പറ്റി പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞു ഫഇല്ലം തുസിബ്ഹാ വാബിലുൻ ഫതല്ല്, കോരിച്ചൊരിയുന്നതോ പാറിപ്പെയ്യുന്നതോ ആയ മഴ ഭൂമിക്ക് കിട്ടണം. ഭൂമിയിൽ കോരിച്ചെരിയുന്നതോ പാറിപ്പെയ്യുന്നതോ ആയ മഴ കിട്ടിയിരിക്കണം. അപ്പോഴേ ഭൂമിയിൽ ഏത് കൃഷി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു വിശാലമായ ലോകാണ്. നമ്മളിത് അസൂയും കുരുട്ടും ബാക്കിയുള്ളതും എല്ലാം കൂടിയായിട്ട് അമ്മായിമാർക്ക് മരുവളെയും കണ്ടൂടാ, മരുവൊക്കെ അമ്മായിമാനെയും കണ്ടൂടാ. ഇങ്ങനെ രണ്ടാളെയും ഹൃദയം ആ തീക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ഇത് തുറക്കണില്ല. ആകെ നേരം വെളുത്താ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എന്റെ ഓർമ്മയുള്ളൂ അല്ലേ? ഇന്നാള് ഞാനൊരു സ്ഥലത്ത് വയലിന് പോയപ്പോ വയലൊക്കെ കഴിഞ്ഞ് പെരീന്ന് എന്നൊക്കെ പറഞ്ഞു, ഇന്നത്തെ വയലേ ഇഞ്ച മരുവളൊന്ന് കേക്കണ്ടേനാണ് കാരണം അമ്മായിമ്മ. പിറ്റേന്ന് പോയപ്പോ മറ്റേ മൂലരോട് മരുവള് വാതിലിന്റെ പിന്നെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ വയല് പറയണം, ഇഞ്ച അമ്മായിമാവെന്ന് കേക്കണ്ടേനാണ്. രണ്ടാൾക്കും തോന്നിയില്ല അത് ഇന്നെ പറ്റിയാണ് എന്നുള്ളത്. രണ്ടാളും നന്നാകണ വിഷയം അവിടെ ഉണ്ടാകണില്ല. അപ്പോൾ വിചാരിച്ചു അതൊക്കെ ഓളക്കൊണ്ടാണ്. അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ ഹൃദയം വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സമ്പാദിപ്പിക്കാൻ ഒരുപാട്. നമ്മുടെ ഹൃദയത്തിന്റെ വിശാലത എത്രയാണ് പടച്ച റബ്ബേ! ഹൃദയ വിശാലത കണക്കാക്കിയാൽ പറ്റില്ല. സഹാറ മരുഭൂമി നമ്മളെ ഹൃദയത്തിന് മുമ്പിൽ നാണിച്ചു പോകും. അത്ര വലുതാണ് ഹൃദയം അല്ലേ? നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഹൃദയത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഈ കൊടിഞ്ഞി തുടങ്ങുന്നത് എവിടുന്ന? ഈ കൊടിഞ്ഞി അതിർത്തി എവിടെ? ഇവിടെ തന്നെ ആ പാലത്തിന്റെ അല്ലേ? ആ പാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ അവസാനിക്കുക എവിടുന്ന? ഉള്ളിക്കുന്ന്. ഇപ്പൊ ആ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയായോ? അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഇതിന്റെ ഉള്ളിൽപ്പെട്ട വീട്, തെങ്ങ്, കവുങ്ങ്, പള്ളി, മദ്രസ, പിന്നെ എല്ലാം കൂടി നിങ്ങൾക്ക് ഓർമ്മയായോ? നിങ്ങളെ ഹൃദയത്തിൽ ഇപ്പൊ അതൊക്കെ ഉണ്ടോ അല്ലേ? ഇതൊക്കെ കൂടെ വെച്ചാൽ നിങ്ങളെ ഹൃദയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. എന്നാ ഒന്ന് ചമ്മാട്ടിക്ക് പോയോക്കാണ്. ചമ്മാടങ്ങാടി ഇങ്ങനെ 2 സുന്നിപ്പള്ളി, പിന്നെ മറ്റത് മറിച്ചത്, ആന, ചേന, കുതിര, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കച്ചവടങ്ങൾ, ബാക്കിയുള്ളത് പോലീസ് സ്റ്റേഷന്, അതൊക്കെ കൂടെ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വെച്ചോക്കാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ തിരുരങ്ങാടിക്ക് പോകാൻ തരല്ലേ? ഇല്ലെങ്കിൽ അത് പോണ്ട, വെറുതെ സ്ഥലം കഴിഞ്ഞിക്കണമെങ്കിൽ പോണ്ട. അപ്പൊ നമ്മളെ തിരുരങ്ങാടിയ ഇടുങ്ങിയ റോഡും മമ്പറത്തേക്ക് അങ്ങോട്ടും അങ്ങോട്ടും പുഴയിന്ന് നോക്കിയാൽ കാണുന്ന വലിയ പള്ളിയും ഇതെല്ലാം കൂടി മമ്പറം മക്കാമും എല്ലാം കൂടി ഒന്ന് വെച്ചോക്കാണ്. കഴിഞ്ഞ എയർപോർട്ട് പോണ്ടേ? എയർപോർട്ട് വെക്കാൻ തന്നെ ഉണ്ടോ? തുടച്ചോന് നമ്മളെ വിമാനത്താവളം ഒന്നോട്ട് യോ റബ്ബേ ഒന്ന് വെച്ചോക്കാണി. കഴിഞ്ഞ സ്ഥലം കഴിഞ്ഞ കോഴിക്കോട്ടേക്ക് പോണില്ലേ? പടച്ചോന് കോഴിക്കോട്ടങ്ങാടി ഒന്ന് ആലോചിച്ച് നോക്കാൻ. നിങ്ങൾ ആ കോഴിക്കോട്ടങ്ങാടിയൊക്കെ ഇങ്ങനെയാണ് ചെന്ന് നോക്കുമ്പോൾ ആ മിംസ് ആസ്പത്രിയും മറ്റേ പുതിയ ബസ് സ്റ്റാൻഡും, ആ ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലുണ്ടല്ലോ വലിയൊരു കെട്ടിടം, എന്താ അതിന് പറയാം? മർക്കസ് കോംപ്ലക്സ്. അതെല്ലാം കൂടിയിട്ട് കഴിഞ്ഞ സ്ഥലം കഴിഞ്ഞ മർക്കസ്ക്ക് പോണില്ലേ? മെഡിക്കൽ കോളേജ് ഉണ്ട് അതിന്റെ ഇടക്ക്. അപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോട്ട് അങ്ങാടിയേക്കാൾ വലുതാണ് നമ്മളെ ഹൃദയം. കോഴിക്കോട്ട് അങ്ങാടി മുഴുവനും നമ്മളെ ഹൃദയത്തിൽ വെക്കാത്തര സ്ഥലം മതി.
അല്ലേ? മെഡിക്കൽ കോളേജ് മുഴുവനും നമ്മളെ ഹൃദയത്തിൽ ഇത്ര സ്ഥലം മതി. ഇങ്ങനത്തെ വിശാലമായ ഒരു ഹൃദയം അള്ളാഹു നമുക്ക് തന്നത് ആയത്തുകൾ കേട്ട്, ഹദീസുകൾ കേട്ട്, റസൂലുള്ളാഹിനെ പറ്റി കേട്ട്, സ്വഹാബാക്കളെ പറ്റി കേട്ട്, ദീനിയായ അറിവ് പഠിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൃഷി ചെയ്യാനാണ്. എന്തിനാണ് ആ കൃഷി? എന്തിനാണ് ആ കൃഷി? ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ താമസിക്കാനുള്ള കൃഷി. ആഖിറത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ താമസിക്കാനുള്ള കൃഷി. ആ കൃഷി ചെയ്യാനാണ്. പക്ഷെ ആ കൃഷി ഇങ്ങനെ നല്ലപോലെ ഉണ്ടാവണോ? ആ കൃഷിക്ക് എന്ത് വേണം? വെള്ളം വേണം, വളം വേണം. അതാണ് ആയത്തുകളും ഹദീസുകളും. അതിന് ആവശ്യമായ കോപ്പുകളൊക്കെ ചേർന്നിരിക്കണം. അതാണ് മഹാന്മാരുടെ ചരിത്രങ്ങളും ബന്ധപ്പെട്ടതും. ഇതൊക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഹൃദയം നന്നാകും. പിന്നെ നല്ലതിങ്ങനെ ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോൾ മോശപ്പെട്ടത് അവിടുന്ന് നീങ്ങിപ്പോകും. ഇപ്പൊ നിങ്ങൾ 10 ദിവസം വയറിൽ കേട്ടപ്പോ നീങ്ങിയില്ലേ? മോശപ്പെട്ടതൊക്കെ പോയില്ലേ? ആദ്യം വയറിൽ കേൾക്കാൻ വന്ന അന്നും 10 ദിവസം വയറിൽ കേട്ടിട്ടും ഒരേ മാതിരി തന്നെ. കിബിറിന് യാതൊരു മാറ്റമല്ല, അസൂയക്ക് യാതൊരു മാറ്റമല്ല, ഒരു സുബ്ഹാനല്ലാഹ് തൊട്ട് ഏറെ ചെല്ലല് തുടങ്ങിയിട്ടുമില്ല, ഒറ്റ സലാത്തും ഒറ്റ ആയിട്ടുമില്ല. പണ്ടേ നമ്മൾ സുബഹി കുറച്ച് നേരം വൈകിട്ടാ നീച്ചത്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഈ 10 ദിവസം വേദ കേട്ടിട്ടും അതേമാതിരി തന്നെ. എന്നാ പിന്നെ നമ്മൾ കേട്ടീന് ഫലം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചേമ്പിന്റെ ഇല ഉണ്ട്, അതറിയാം എനിക്ക് അറിയില്ലേ? ചേമ്പിന്റെ അരിയിൽ വെള്ളം പറഞ്ഞ മാതിരി എന്ന് പറയും നമ്മളെ നാട്ടില്. എന്താ പാരുമ്പുണ്ടാകുമായിരുന്നു അനുഭവം, പിന്നെ കഴിഞ്ഞ്. ഇതേപോലെ നമ്മൾ വയറിലെങ്ങനെയാണ് കേട്ടതിലാണ് പോയും ചെയ്തു. അങ്ങനെയാണോ? അതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നോ? 10 ദിവസത്തെ വയറ് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഹൃദയത്തിന് മാറ്റം വരാത്ത ഒരാൾ ഉണ്ടാകൂല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഈ ആവശ്യം വെച്ചത് എന്തിനാണ്? മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ ഈമാനികമായ കൃഷിയിടങ്ങൾ വർദ്ധിക്കണം, ഈമാനികമായ കൃഷി വർദ്ധിക്കണം. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാ, ഓൻ ഈ വയറ് കേട്ടിട്ട് വല്ല മാറ്റം ഉണ്ടായോ? ഒരു മാറ്റമല്ല. പടച്ചോനെ, പിന്നെന്തിനാ വയറ് കേട്ട്? ഇവളൊപ്പൊ വയറിന്റെ വിഷയങ്ങൾ ഇങ്ങനെ നോട്ടീസിൽ വായിച്ചു നോക്കുമ്പം ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും, ദീനും ദുനിയാവും, കുടുംബവും ബാക്കിയുള്ളൂ, ഇനി പറയാനൊന്നും ഇവിടെ വാക്കില്ല. എന്നിട്ട് നന്നായിട്ടില്ലേ? നമ്മൾ തമ്മിലുള്ള വാശിയുണ്ട്. മാപ്പിളയും പെണ്ണുങ്ങളും തെറ്റിന്റെ നാട്ടില് രണ്ടാക്കും വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം തിരക്കുകളില്ല. പിന്നെ ആരാ ആദ്യം ഉണ്ടുണ്ട് എന്നൊരു ആലോചനയായി രണ്ടാം. അപ്പം ഭർത്താവ് എന്ത് ചെയ്യും? ഒരു എഴുത്ത് എഴുതി കൊടുക്കും പെണ്ണുങ്ങളെ മേശമേല, അവിടെ എഴുത്ത് എഴുതി നോക്കി എനിക്ക് ചായ വേണം. അപ്പൊ ഓള് വന്ന് എഴുത്ത് വായിച്ചു നോക്കിയിട്ട് ചായ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മൂപ്പേരുടെ റൂമിൽ ഒരു എഴുത്ത് അങ്ങോട്ടും, ചായ മേശപ്പുറത്തുണ്ട്, കുടിച്ച് പുറത്ത് പോകണം. വാശിയാണ് രണ്ടാക്കും. ആരാ ആദ്യം ഉണ്ടെന്ന് അറിയുന്നില്ല. കണ്ടോ? ഈ വാശി 10 ദിവസത്തെ വയറ് കെട്ടി നമ്മളെ മനസ്സിന്റെ ഈ വാശിക്ക് ഒരു കുറവ് വന്നിട്ടില്ല. ഞാൻ കഴിക്കുമ്പോൾ അതിനോടൊരു രുചി. വേറൊരു ഭക്ഷണത്തെ പറ്റി നമ്മൾ പറയും, ഓൻ കുറെ മുതല് ചെലവാക്കിക്കണെന്നല്ല, എന്താ തൊള്ളേക്ക് അതൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? നമുക്ക് ഇതിൽ രണ്ടിൽ ഏതാ വേണ്ടത്? നമുക്ക് കിട്ടുന്ന അറിവുകൾ, ആരാധനകൾ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് രുചി വർദ്ധിക്കണം അല്ലേ? നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ചുകൊണ്ട് അല്ലാ 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 അല്ലാ, അങ്ങനെ നമുക്കൊരു രുചി വർദ്ധിക്കണം ഇബാദത്തുകളിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ഇൽമ് നാഫിയാവുക, അഥവാ പഠിച്ചത് നമുക്ക് ഉപകാരപ്രദമാവുക. നല്ല പൊരിച്ച് ഒരു ആട് മാംസത്തിന്റെ ഒരു കഷ്ണം നല്ല പൊരിച്ച് നല്ല നല്ല മട്ടുള്ളത് അല്ലേ? എന്താ അതിന്റെ ഒരു രസം അല്ലേ? തൊള്ളയും ഇവൻ വെള്ളാണ്, ഇവനെങ്ങനെയാണെന്നറിയല്. അപ്പോ നല്ല രുചികരമായ മാംസ കഷ്ണം അത് നമ്മൾ കഴിച്ചു. വയറ്റിലെത്തിയ ആ മാംസത്തിന്റെ കഷ്ണം 34 ഭാഗങ്ങളായി ദഹിക്കണം. അതിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ സെല്ലുകളിലേക്ക്, അതായത് ആ മാംസ കഷ്ണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ തടി കൂടേണ്ട ഭാഗമുണ്ട്, അത് മാംസത്തിലേക്കാ ചേരുക. രക്തം കൂടേണ്ട ഭാഗമുണ്ട്, അത് അതിലേക്കാ ചേരുക. നീര് വർദ്ധിക്ക അതിലേക്കാ ചേരുക. അതിൽ കഫത്തിന്റെ അംശമുണ്ട്, അത് അതിലേക്കാ ചേരുക. അതിൽ നമ്മുടെ ശരീരത്തിൽ 34 ഭാഗങ്ങളിലേക്ക് അത് പോകും.
എന്നിട്ടോ ഇതൊക്കെ കഴിച്ചിട്ട് ആവശ്യമില്ലാത്തത് നാളെ കാലത്ത് ചണ്ടിയായി പുറത്തേക്ക് പോകും. അപ്പോ ഇങ്ങനെ ആ മാംസം ദഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കൊടുത്ത ആ മാംസ കഷ്ണം അത് ഉപകാരപ്രദമായി, അത് ശരീരത്തിന് ഫലപ്പെട്ടു. മറിച്ച് നമ്മൾ കഴിച്ചിരിക്കുന്ന മാംസത്തിന്റെ കഷ്ണം ദഹിച്ചില്ല, ദഹിക്കാതെ അവിടെ കടന്നു. രാവിലെ നോക്കുമ്പോ വയറിന് ഒരു സ്തംഭനം, നമ്മളിങ്ങനെ തപ്പി നോക്കുമ്പോ ആ കണ്ടം അങ്ങനെ തന്നെ ഇറച്ചി കഷ്ണം ഇവിടെ ഇങ്ങനെ കടക്കണ മാതിരി തോന്നുക ഇല്ലേ? അത് എന്തായിട്ടില്ല, ശരീരത്തിൽ ദഹിച്ച് എവിടേക്കും ചേർന്നിട്ടില്ല. പിന്നെ ഇതുകൊണ്ട് വയറ് സ്തംഭനം, വയറ് വേദന, ഒരു ജാതി കോട്ടാവി, പായന്ന് എഴുന്നേൽക്കാൻ തോന്നാതിരിക്കൽ, ഒരു ഉന്മേഷവും ഇല്ല. അത് ഉപകാരപ്രദമായില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളെല്ലാം നമ്മുടെ തലച്ചോറിനകത്ത് ദഹിക്കാതെ കിടക്കുകയാണോ? അതല്ല, ഓരോന്നും ദഹിച്ച്. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ കുടുംബ ജീവിതത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. കുടുംബത്തോട് നമ്മുടെ സ്നേഹബന്ധം വർദ്ധിച്ചോ? അയൽവക്ക ബന്ധത്തെ കുറിച്ച് നമ്മൾ വിഷയം പഠിച്ചിട്ടുണ്ട്. അയൽവാസികളും നമ്മളുമായി പിണങ്ങിയവർ ഇണങ്ങിയോ? നന്നാക്കുക, അങ്ങനെ ഒരു കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞോ? ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, സന്താനങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, മാതാപിതാക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും വിഷയം പഠിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു നല്ല അനുഭൂതിയാക്കി മാറ്റിയെടുത്ത് നമ്മുടെ അറിവ് അമലായി ദഹിച്ചോ? അതല്ല അതേപോലെ തന്നെ അത് ദഹിക്കാതെ കിടക്കുകയാണോ? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഭക്ഷണം രുചികരമാവണം, അത് ശരീരത്തിന് ഉപകാരപ്പെടണം. ഹബീബുനാ റസൂലുള്ളാഹി അതിനെന്താ വേണ്ടത്? ഒന്ന്, നമ്മുടെ അറിവുകൾ ഇബാദത്തായി ദഹിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അതുകൊണ്ട് ഓ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു സത്യവിശ്വാസിയായ മുഅ്മിൻ 11 പ്രാവശ്യം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ട്. അൽ ബഖറ സൂറത്ത് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ നേതാവാണ്. അൽ ബഖറ സൂറത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ വേറെ ഇല്ല. ആ അൽ ബഖറ സൂറത്തിൽ ഖുർആനിന്റെ പ്രസിഡന്റായ ഒരു ആയത്തുണ്ട്. 6663 ആയത്തുകൾക്ക് നേതാവായ ഒരു ആയത്തുണ്ട്. അതേതാ ആയത്ത്? ആയത്തുൽ കുർസി. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ ഇബാദത്തിലേക്ക് നമുക്ക് രുചി കൂട്ടാൻ ആദ്യമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പിശാചിനെ മാറ്റി നിർത്തണം. കുടുംബ വഴക്ക് ഇല്ലാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഇബ്ലീസ് മാറി നിൽക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങാതിരിക്കാൻ ഇബ്ലീസ് മാറി നിൽക്കണം. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കാൻ അവരിലും ഇബ്ലീസ് മാറി നിൽക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രാവിലെ നേരത്തെ സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റ് വാപ്പ പള്ളിയിലേക്കും സ്ത്രീകൾ വീട്ടിലും എഴുന്നേറ്റ് നിസ്കരിക്കാൻ വീട്ടിൽ ഇബ്ലീസ് വരാതിരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പിശാചിന്റെ സ്വാധീനം എന്നത് ശരീരത്തിൽ രക്തധമനിയിൽ, നമ്മുടെ ശരീരത്തിൽ രക്തം ഏതെല്ലാം ഭാഗത്ത് സഞ്ചരിക്കും അവിടെയെല്ലാം ഇബ്ലീസും സഞ്ചരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിശാച് ശരീരത്തിലേക്ക് വരുന്നതിന് ഒരു പ്രതിരോധം തുള്ളിമരുന്ന് കൊടുക്കലില്ലേ നമ്മള്, അല്ലേ? കുത്തിവെപ്പ് നടത്തലില്ലേ നമ്മള്? എന്താണത്? രോഗം വരാതിരിക്കാൻ, വസൂരി വരാതിരിക്കാൻ, അല്ലേ? അതുപോലെ തന്നെ മാരകമായ പല രോഗങ്ങളും വരാതിരിക്കാൻ നമ്മൾ പ്രതിരോധം ചെയ്യാറുണ്ട്. എന്ന പോലെ നമ്മുടെ ശരീരത്തിലേക്ക് പിശാച് ഇങ്ങോട്ട് വരാതിരിക്കാൻ ഒരു പ്രതിരോധം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ആ പ്രതിരോധത്തിനുള്ള ആയത്ത് ഏതാണ്? അത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആയത്തുൽ കുർസി എന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഉമ്മമാർ, സഹോദരിമാരെ, നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോൾ നിങ്ങൾ പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടോ, വാങ്കിന്റെ അവസാനം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ ദുആ ചെയ്തു, അല്ലേ? ആ ദുആഇന്റെ കൂടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ആയത്തുൽ കുർസി വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അളീം. ഒരു മിനിറ്റ് മുഴുവൻ വേണോ ആയത്തുൽ കുർസി ഓതാൻ? വേണ്ട, ഒരു മിനിറ്റ് വേണ്ട. അതിന് മുമ്പ് ആയത്തുൽ കുർസി തീരും. അര മിനിറ്റ് കൊണ്ട് ആയത്തുൽ കുർസി ഓതി തീരും. അതെന്ത് ചെയ്യണം? എല്ലാ ദിവസവും വാങ്ക് കേൾക്കുമ്പോൾ വാങ്കിന്റെ അവസാനം ദുആയോട് കൂടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി 1 ഓതുക. അപ്പൊ ഒരു ദിവസം എത്ര ആയത്തുൽ കുർസിയായി? എത്രയായി? 5 ആയത്തുൽ കുർസി. 1. രണ്ടാമത്തത് 5 വഖത്ത് നിസ്കാരങ്ങളായി. ഫറളായ നിസ്കാരങ്ങൾ നിർവഹിച്ച ശേഷം ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അതേ ഇരുത്തം ഇരുന്ന്, അല്ല നമുക്ക് തിരക്കുണ്ടെങ്കിൽ നടത്തത്തിലായിക്കോട്ടെ. നിസ്കാരം കഴിഞ്ഞോടുമ്പോ ഒരാൾ എഴുന്നേറ്റ് വേഗം പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുക, നടത്തത്തിലായിക്കോട്ടെ. നല്ലത് ഖിബ്ലക്ക് തിരിഞ്ഞ്. അല്ല ഒരു ഇമാമാണ്, മൗമൂമിന്റെ ഭാഗത്തേക്ക് വലതു ഭാഗമാക്കിയിരുന്ന് ആ ഇരുത്തത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്തു ചൊല്ലുക? അസ്തഗ്ഫിറുല്ലാഹ് എന്നത് കഴിഞ്ഞ ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി 1 ഓതുക. അപ്പൊ 5 ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ എത്രനായി? ഇപ്പൊ എത്രയായി? 5 × 5 = 10. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതുക. ഇപ്പോൾ ഒരു ദിവസം എത്ര എണ്ണമായി? 11 പ്രാവശ്യം നമ്മൾ നിത്യജീവിതത്തിൽ ആയത്തുൽ കുർസി എന്ന ഖുർആനിന്റെ നേതാവായ ഈ ആയത്ത് പതിവാക്കുന്നുണ്ടോ, നമ്മുടെ രക്തത്തിൽ ഇബ്ലീസ് ചേരൂല, നമ്മുടെ മാംസത്തിലേക്ക് ഇബ്ലീസ് വരൂല, നമ്മുടെ കൽബിലേക്ക് ഇബ്ലീസ് വരൂല. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ ഈ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഈമാനികമായ സന്തോഷവും താല്പര്യവും കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇബ്ലീസിനെ നമ്മൾക്ക് ഒഴിവാക്കിയിട്ട് വേണ്ടേ എന്ത് ചികിത്സയും ചെയ്യാൻ? ഇബ്ലീസിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണ്ട ഏത് ചികിത്സയും ചെയ്യാൻ? അതിന് ഇബ്ലീസ് നമ്മുടെ കണ്ണിലും കാതിലും കരളിലും കൽബിലും നാക്കിലും മൂക്കിലും മാംസത്തിലും ആത്മാവിലും മജ്ജയിലും ഒക്കെ ചേർന്ന് ഇബ്ലീസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നതിനെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിശ്ചയിച്ചിരിക്കുന്ന ഖുർആനിന്റെ നേതാവായ ആയത്ത്, റഈസു ആയിൽ ഖുർആൻ ആയത്തുകളുടെ നേതാവ്, ഖുർആൻ ആയത്തുകളുടെ പ്രസിഡന്റ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഇടവിട്ട് 5 വാങ്കിനും 5 നിസ്കാരത്തിനും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് പതിവുണ്ടോ? ഇബ്ലീസ് അവനെ സ്വാധീനിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പെട്ടെന്നുള്ള ദേശത്തെ പറ്റി ത്വാഹ റസൂലുള്ളാഹി അൽ വലബു മിനശ് ശൈത്താൻ, പെട്ടെന്ന് വരുന്ന ദേഷ്യം ശൈത്താൻ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. അൽ അജ്റത്ത് മിനശ് ശൈത്താൻ, ധൃതിയിൽ പെട്ടെന്നുള്ള എടുത്തുചാട്ടം ശൈത്താൻ ഉണ്ടാക്കുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അണ്ണങ്ങള് റോട്ടിൽ കൂടെ അങ്ങനെ റോഡ് സൈഡിൽ നടക്കുമ്പോണ്ട് ഈ ഫുട്പാത്തിൽ ചെറിയ കച്ചവടക്കാർ വരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് ഞായറാഴ്ചയൊക്കെ പീടിയല്ലാത്ത സമയത്ത് അതിന്റെ മുന്നിൽ കാണാൻ ഒരു പായോട് വിരിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാർ. ചിലപ്പോ ആ കച്ചവടത്തിൽ ഇങ്ങനെ നോക്കിയാൽ ചെറിയ സാധനം കിട്ടും, നല്ല ചൊറുക്കുള്ള നല്ല മട്ടുള്ള, ചിലത് ക്ലോക്കാകും, ചിലത് വിരിപ്പാകും, ചിലത് ലൈറ്റ് ആകും, അല്ലേ? ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ കിട്ടും. ഞമ്മളെ കുഞ്ഞൽവി എന്ത് ചെയ്തു? നല്ലൊരു ക്ലോക്ക് വാങ്ങി അത് കൊണ്ടുവന്ന് ചുമരിൽ വെച്ച്, എന്താ നല്ല ചൊറുക്ക്. ഓൻ തന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിന്ന് അങ്ങനത്തെ. അപ്പോഴൊക്കെ 11:50 പെണ്ണുങ്ങളോട് പറഞ്ഞു, പിന്നെ എന്റെ സ്വഭാവം എനിക്കറിയാലോ. അറിയാം, നദ്മ കളിച്ചെടുത്തിട്ടോ. അതവിടെ വെച്ച് മൂപ്പര് ആ ചോർക്കാണ്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും ഇതുമ്മക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ഒരു സൂചി കാണാനുമില്ല. ഈ ഒരു സൂചി കാണാനില്ല എന്ന് മാത്രമേ നോക്കിയത്. ഇപ്പൊ ഈ പുതിയ വാങ്ങിക്കോ. അപ്പോഴേക്ക് വന്നു മറ്റത്. ഏത്? എവിടെ പോയി ഒരു സൂചി എന്ന് വെച്ചു. പെണ്ണുങ്ങൾ ഒരൊറ്റ അടിയാണ്ട് അടിച്ചിട്ട് ഇയാളായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒഴിവാക്കാം. പെണ്ണുങ്ങൾ അവിടെ വീണ് കരച്ചിലായി, കുലുമാലായി, അടിയായി, പിടിയായി. അപ്പുറത്ത് അയൽവാസികൾ ഓടി വന്ന് എന്താണ് ആളെ എവിടെയെന്ന് വെച്ചു. എന്താന്നോ നോക്കാണിങ്ങള്. അപ്പൊ നോക്കുമ്പോ 12:5 2 സൂചി അവിടെ തന്നെ ഉണ്ട്. നോക്കി അടി കിട്ടണ്ടേ കിട്ടി, ഓള് വിൽക്കണ്ടേ വീണ്, അപ്പുറമൊക്കെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയി. അപ്പൊ 12 മണിയാകുമ്പോ ഒരു സൂചി കുറച്ചു നേരം കാണാനില്ലാതെ ആവൂലേ? അത് ആലോചിച്ചാൽ എന്തിനാ?
അപ്പോഴേക്കാൾ ഖളബു മിന ശൈത്താൻ കയറിയില്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, ധൃതിയിലുള്ള എടുത്തുചാട്ടം, അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിന്റെ വഴക്ക്, ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്ക്, നാട്ടിലുള്ള കലഹം, മറ്റൊരുപാട് കാര്യങ്ങൾ ആരുണ്ടാക്കി തീർക്കുന്നു? ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പാകത വരാൻ, ആലോചന വരാൻ, പക്വത വരാൻ, കുടുംബത്തിന് സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ തമ്മിലുള്ള മനസ്സ് നന്നാവണം. മനസ്സ് നന്നാകണമെങ്കിൽ ഇബ്ലീസ് പോണം. മനസ്സിലാണ് അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കേണ്ടത്. ഈ ഹൃദയമാണ് ഇബാദത്തിലേക്ക് രുചി ഉണ്ടാക്കേണ്ടത്. അതിന് ഇബ്ലീസിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റാതിരിക്കാൻ രക്തധമനികളിൽ ഈ രോമത്തിന്റെ ദ്വാരം ഉണ്ടല്ലോ, അതിലൂടെ വരും ഇബ്ലീസ്. നമ്മുടെ വായിലൂടെ കയറും ഇബ്ലീസ്. അതാണ് വായിലെന്ത് ചെയ്യണം? കൂട്ടുവായിടുമ്പം കൈവെക്കണമെന്ന് പറഞ്ഞല്ലോ. എല്ലാ സ്ഥലത്തും ഇബ്ലീസ് കയറും. ഇബ്ലീസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അടുക്കാതിരിക്കാൻ എന്താണ് മാർഗം? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ചുരുങ്ങിയത് ഒരു ദിവസം 11 ആയത്തുൽ കുർസി. ഞാൻ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് കുറെ സമയം എടുത്ത് മണിക്കൂർ മെനക്കെട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഞാൻ പറയില്ല. അതെന്തേ? ഞാൻ 2 സൈസ് വേദം പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒരിക്കൽ വേദം പറഞ്ഞപ്പം ഭയങ്കര ദിക്റും കാര്യമൊക്കെ പറഞ്ഞു. പിറ്റേന്ന് അവിടെ ഇങ്ങനെ വേദം പറയുന്ന കൂട്ടത്തില് എന്തിനു പറയണേ? അല്ലല്ലാന്ന് പറഞ്ഞാണ് കടന്നാലും അല്ല കൂലി വരുന്നതാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു അങ്ങനത്തെ ഒരു 3-4 വരട്ടെയാണ്. കാരണം അല്ലല്ലാന്ന് പറഞ്ഞാൽ കടന്നാലും അല്ല കൂലി വരുന്ന അങ്ങനത്തെ ഒരു 3-4 വരട്ട മൂല്യാണ്. അപ്പൊ എന്താ ജനങ്ങളൊക്കെ വിചാരിക്കണേ? വേഗം കുറഞ്ഞ പണിയോണ്ട് കൂടുതൽ കൂലി. അതാണ് ഇപ്പൊ ജനങ്ങൾ ചിന്തിക്കണത്. ഒരു 11 ആയത്തുൽ കുർസി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞോ. ഞാൻ പറയുന്നത് ഈ 10 ദിവസത്തെ ദശദിന പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സമ്പാദ്യം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സമ്പാദ്യം, എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു സമ്പാദ്യമുണ്ട്. എന്താണ്? ഞാൻ മുത്തഅല്ലിമായി ഓതാൻ പോകുമ്പോൾ ആകെ ഒരു തുണിയും ഒരു കുപ്പായം, ഒരു പഴയ തരീക്കെട്ടും. 2.5 കൊല്ലം എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2.5 കൊല്ലം. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ആചാര്യ 7 മുത്തഅല്ലിമീങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നിർത്തിയാക്കി. അയാൾക്ക് രോഗം ഉണ്ടായപ്പോ അതിൽ ഞാനും പെട്ടു. ഇപ്പോഴും ഒരു പുതിയ ഒരു ഷർട്ടും തുണി, ഷർട്ട് പീസ് എടുക്കുമ്പോ പടച്ചോനെ അന്ന് കിട്ടിയ പുതിയ തുണിന്റെ ഒരു രുചി, അതിന്റെ ഒരു പ്രത്യേകത നമ്മളെ മനസ്സിലിങ്ങനെ വരും. കാരണം അത് ദാഹിച്ച് തൊണ്ട പറ്റിയപ്പോ കിട്ടിയതാ. പിന്നെ നമ്മളെപ്പോഴും അത് ആലോചിക്കും. നമുക്ക് മറക്കാൻ കഴിയാ. നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ 10 ദിവസത്തെ പ്രഭാഷണം അവസാനിപ്പിച്ച് നാളെ വളവായിരുന്നില്ല. നിങ്ങളൊക്കെ എന്നും ഓർക്കാനും ജീവിതത്തിൽ പകർത്താനും ഒരു സമ്പാദ്യം നിങ്ങൾക്ക് വെച്ചു തരുന്നു. 1/2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാം. പ്രിയപ്പെട്ടവരെ, വാങ്ക് കേൾക്കുമ്പോൾ വാങ്ക് ശ്രദ്ധിക്കുക. വാങ്ക് അവസാനിക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ ദുആ ചെയ്യുക. ആ ദുആഇന്റെ ഒപ്പം അപ്പൊ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അഊദു ബിസ്മി കൂട്ടിയിട്ട് അതങ്ങ് ചൊല്ലുക. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 5 എണ്ണം, 5 വാങ്കിന്, 5 ഫർള് നിസ്കാരത്തിന് 5 എണ്ണം 10, രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ 1, 11. ഇവിടെ ഞാൻ എന്റെ സഹോദരിമാർക്ക് ഒരു ചെറിയ മസാല അല്ല, ഒരു വലിയ കാര്യം. എന്താണ്? മാസത്തിൽ 5 ദിവസം, 4 ദിവസം, 10 ദിവസം സ്ത്രീകൾക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയം ഉണ്ട് ഇല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യണം? അവര് വാങ്ക് കേൾക്കുമ്പോൾ വാങ്ക് ദിക്റാണ്, അതിന് മറുപടി പറയാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ ദുആർക്കും ചെയ്യാം. പിന്നെ ദുആ കഴിഞ്ഞിട്ട് നാവ് കൊണ്ട് പറയാതെ ഹൃദയത്തിൽ ഇങ്ങനെ നടത്തുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നാവ് കൊണ്ട് ഉച്ചരിക്കാതെ ഹൃദയത്തിൽ ഇങ്ങനെ ചെല്ലുക. മനസ്സ് നന്നാകാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ അധ്യായമുണ്ട്, ചെറിയ സൂറത്ത്. ആ സൂറത്തിന്റെ ബഹുമാനം എത്രയാണ്? ബഹുമാനം ഒരു സൂറത്ത് ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലം, 2 എണ്ണം ഓതിയാലോ 20 ജുസ് ഓതിയ പ്രതിഫലം, 3 എണ്ണം ഓതിയാലോ ഒരു ഖതം തീർത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തിനെ പറ്റി പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുലുസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ 1/3. അതാണ് 1 ഓതിയ 10 ജുസിന്റെ പ്രതിഫലം. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിന് എന്താ പേര്? സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഈമാനിനെ സംശുദ്ധമാക്കുന്നത്.
അഥവാ നമ്മുടെ ഹൃദയത്തെ കിബറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, ലോകമാന്യത്തിൽ നിന്ന് നമ്മുടെ ഈമാനെ സ്ഫുടം ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരുന്നത് ഈമാനിന്റെ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് നല്ല പോലെ വ്യാപിപ്പിക്കാൻ ഈ സൂറത്തിന് സാധിക്കും. ഈമാൻ നമ്മളെ കൽബിലുണ്ടോ അല്ലേ? കൽബിൽ ഈമാൻ ഉണ്ട്. പക്ഷെ നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ അടുത്തിരിക്കണ ചങ്ങായി ഉണ്ട്, ഓനൊരു തൂങ്ങിയ ഉറക്കം ഇങ്ങനെ ഇടക്ക് തല ഇങ്ങോട്ടാട്ടും, പിന്നെ കുറെ തല അങ്ങോട്ടാട്ടും, നമ്മളിടക്ക് ഇങ്ങനെയൊക്കെ കാട്ടി വെക്കും ചെയ്യും. ഓതൊന്നോട്ടും അറിയണമില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോ ഓന്റെ പോക്കറ്റിലുണ്ട് ചോന്നൊരു നോട്ട്, കുറച്ച് വലുത്. അത് പുതിയത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ എടുക്കാൻ ചാൻസ് ആണോ അല്ലേ? അതിനാണ് ഏത് എന്ന് പറയാം, പോക്കറ്റ് അടിച്ചാന്ന് പറയാം. അല്ലാതെ ടൈലർ അടിച്ചതിന് മാത്രമല്ല പോയി പറയുന്നത്. മെല്ലെ ഇവൻ അടുത്തിരിക്കുന്ന ആളെ പോക്കറ്റിൽ നിന്ന് 1000 നോട്ട് മെല്ലെ. ഈമാൻ ഉണ്ടോ അല്ലേ? ഉണ്ട്. ഈമാൻ ഹൃദയത്തിലുണ്ട്. പക്ഷെ പോക്കറ്റ് അടിച്ചില്ലേ? അടിച്ചു. എന്തേ? ഹൃദയത്തിലുള്ള ഈമാൻ എവിടേക്ക് പോയില്ല? കയ്യിലേക്ക് പോയില്ല. ഏതുപോലെ നമ്മളെ മെയിൻ മീറ്ററിൽ കറണ്ട് ഉണ്ട്, സ്വിച്ച് ഇട്ട് നോക്കുമ്പോൾ ബൾബ് കത്തണില്ല. കറണ്ട് അവിടെ ഉണ്ടോ അല്ലേ? ഉണ്ട്. ബൾബ് കത്തണുണ്ടോ? എവിടെ കുഴപ്പം? മെയിൻ സ്വിച്ചിൽ നിന്ന് എവിടേക്ക് വരുന്നില്ല? ഈ ബൾബ് പോയ വഴിക്ക് വരുന്നില്ല. എന്ന മാതിരി ഹൃദയം അവിടെ ഈമാനിൽ എന്തുണ്ട്? ഹൃദയത്തിൽ എന്തുണ്ട്? ഈമാനുണ്ട്. പക്ഷെ കയ്യിലേക്ക് എന്ത് വന്നില്ല? അപ്പുറത്ത് കൂടെ ഒരു പെണ്ണിങ്ങനെ 2 പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞിങ്ങനെ പോകാം. അപ്പൊ എനിക്ക് തോന്നി അങ്ങോട്ടൊന്ന് നോക്കിയാലോ. എന്തിനാ നോക്കണം? എന്റെ അമ്മ അതിന്റെ ഒപ്പം പോന്നിട്ടില്ല എന്ന് ഉറപ്പല്ലേ? പെണ്ണുങ്ങൾ പോന്നിക്കണം, ഓളും പോന്നിട്ടില്ല. പെങ്ങൾ പോന്നിക്കണം, ഓലും പോന്നിട്ടില്ല. പിന്നെ ഓല 2 ഒച്ച കേട്ടുകാണ് ഞാൻ എന്തിനാ തിരിഞ്ഞു നോക്കണേ? എന്നാലും ഒന്ന് നോക്കാൻ. അപ്പൊ ഈ നോക്കുമ്പോ ഹൃദയത്തിൽ ഈമാനുണ്ടോ അല്ലേ? ഉണ്ട്. പക്ഷേ കണ്ണിലേക്ക് ഏത് പോയില്ല? ഈമാൻ പോയില്ല. ഏതുപോലെ ഇവിടെ നോക്കുമ്പോ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. പക്ഷെ ഫാൻ ഇട്ട് നോക്കുമ്പോ കറങ്ങണില്ല. എവിടെ കുഴപ്പം? ഇത് തന്നെയാണ്. നമുക്കൊക്കെ ഈമാൻ ഉണ്ട്. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ നമ്മളെ അവയവങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല. തെറ്റ് ചെയ്യുന്ന കണ്ണിനെ നോക്കണ്ട വരാരെ, അതെനിക്ക് നോക്കാൻ പറ്റാത്തതാണ് എന്ന് കണ്ണ് പറയുന്നില്ല. ഉണ്ടോ? കൈ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെ നാവ് സംസാരിക്കാൻ വേണ്ടി വേണ്ടാത്തത്. പക്ഷെ അതിൽ നിന്ന് നമ്മളെ ഹൃദയം തടയുന്നില്ല. എന്തേ? അവിടേക്കൊന്നും പോകാൻ മാത്രമേ ഈമാനില്ല. ഉള്ള ഈമാൻ എവിടെ തന്നെ ഉള്ളൂ? അത് ട്രാൻസ്ഫോമറിൽ നിൽക്കണുള്ളൂ, മെയിൻ സ്വിച്ചിൽ തന്നെ ഉള്ളൂ. ഇങ്ങോട്ട് എവിടേക്കും വരുന്നില്ല. ഇത് പരിഹരിക്കാൻ നമ്മുടെ ഈമാൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈമാനിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അത് നിങ്ങൾ പതിവാക്കി ഓതിക്കോ. മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സുബ്ഹാനല്ലാഹ്. ബിസ്മി കൂട്ടിയാൽ 5 ആയത്തേ ഉള്ളൂ. പക്ഷേ അത് 3 പ്രാവശ്യം ഓതുമ്പോ എത്ര ആയത്തായി? 15 ആയത്ത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതിക്കോ, 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. 3 ഓതിയാലോ അപ്പരാതായി അല്ലേ? അടച്ചോനെ, ഈ ഉസ്താദിന്റെ പേരിൽ ഇനി 10 ദിവസം നല്ലേ. കാരണം കത്തം നീർച്ചയാക്കിയിട്ട് ഞാൻ കുടുങ്ങിയിരിക്കണേ. ഇപ്പൊ 3 ഖുൽ ഹുവല്ലാഹു കൊണ്ടാണ് കഴിച്ചിലാവുമല്ലോ. അതിന് കണ്ട, കത്തം നീർച്ചയാക്കിയവർക്ക് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് കഴിച്ചിലാകാനല്ല ഈ പറഞ്ഞത്. ഇതെന്താ പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തിന് മൊത്തം ഖുർആനിന്റെ ബഹുമാനം. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ചപ്പോൾ സ്വഹാബാക്കൾ ഇത് തുടർന്നു. കൂട്ടത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു സ്വഹാബി എപ്പോഴും പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഖുൽ ഹുവല്ലാഹു അങ്ങ് രുചി കൂടി. സുബ്ഹാന ജല്ല ജലാലു. ഖുൽ ഹുവല്ലാഹു വർദ്ധിച്ച് ആ സ്വഹാബിയെ റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ നബി തങ്ങൾ എത്തിയിട്ട് ആദ്യം താമസിച്ച സ്ഥലത്ത് സ്ഥാപിച്ച പള്ളിയുണ്ട്, മസ്ജിദ് ഖുബാ. ആ പള്ളിയെ ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. മസ്ജിദുൻ ഉസ്സിസാല തഖ്വ, മസ്ജിദു തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞ പള്ളിയാണത്. ആ പള്ളിയിൽ റസൂലുള്ളാഹി ഈ സ്വഹാബി ഇമാമാക്കി നിശ്ചയിച്ചു. അല്ലാഹ് മൂപ്പരാണെങ്കിലോ എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ ഓതും. നാട്ടുകാർ എപ്പം എന്തെങ്കിലും സംഗതിക്ക് എന്നാലും മൂപ്പര് ഖുൽ ഹുവല്ലാഹുവില്ല. നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് പിന്നെ എന്തായി? പിന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതും, ഒരു സൂറത്ത് ഓതും, പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതും, എന്നിട്ട് റുക്കൂഅക്ക് പോകുള്ളൂ. അങ്ങനെയായി. പിന്നെ
കുല്ലു അല്ലാഹു ഇങ്ങോട്ട് നിസ്കാരത്തേക്കും വന്നു. ഫാത്തിഹ സൂറത്ത്, പിന്നെ ആ റക്അത്തിൽ തന്നെ ഏത് കുല്ലു അല്ലാഹു. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത്, പിന്നെ ഏത്? നമ്മളവിടെ ആണിച്ചാ കമ്മിറ്റി കൂടൂലേ? അതാ പറഞ്ഞത്. 2-3 കാര്യത്തിനല്ലേ നമ്മളെ മഹല്ല് കമ്മിറ്റി കൂടല്. അതിൽപ്പെട്ട ഒന്നാണിത്. അപ്പൊ ഇരിക്കട്ടെ. അങ്ങനെ ഒരു മൂല്യമുണ്ടോ? ഇതുവരെ അല്ലാത്തൊരു മാതിരിയായിട്ട് അല്ലേ? എവിടുന്ന് അയാൾ വന്നാലും അങ്ങോട്ട് പോകും നമ്മള്. പോട്ടെ. അപ്പോ ഇരിക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബായിൽ നിന്ന് മദീനത്തെ ടൗണിലേക്ക് മാറി അവിടെ പുതിയ പള്ളി ഉണ്ടാക്കി മസ്ജിദുൻ നബവി ഇന്ന് കാണുന്നത്. അവിടൊക്കെ താമസിക്കുമ്പോൾ റസൂലുള്ള എല്ലാ ശനിയാഴ്ചയും ഈ പള്ളിയിൽ വരും. ഖുബാ പള്ളിയിൽ വരും എല്ലാ ശനിയാഴ്ചയും. മിക്ക പ്രാവശ്യവും മദീനത്ത് നടന്നാ വരിക. ഖുബാ പള്ളിയിൽ വരും. അള്ളാഹു നമുക്കൊക്കെ ഖുബായിലും മദീനത്തൊക്കെ പോകാൻ ഭാഗ്യം തരട്ടെ. തൗഫീഖ് നൽകണേ അല്ലാ. പോയവർക്ക് പിന്നെയും തൗഫീഖ് നൽകണേ അല്ലാ. ഈ കൂടിയ ആണ് പെണ്ണുങ്ങൾക്കെല്ലാം റസൂലുള്ളാഹിനുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പോ റസൂലുള്ള ശനിയാഴ്ച വന്നപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ നമ്മളെ ഇമാമില്ലേ ഒരു ഖുൽ ഹുവല്ലാഹുവിന്റെ ആളാണ്. എന്തേ ചോദിച്ചു? എപ്പോഴും ഖുൽ ഹുവല്ലാഹു തന്നെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ആ സഹാബിയെ, മോനെ നീ ഇങ്ങനെ അധികമായി ഖുൽ ഹുവല്ലാഹു. ബലായാ റസൂലല്ലാഹ്, നബിയെ അന്നൊരിക്കൽ തങ്ങൾ പറഞ്ഞില്ലേ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്, 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖതം തീർത്ത പുണ്യമാണെന്ന്. അതിനുശേഷം എനിക്ക് എപ്പോഴും ഖുൽ ഹുവല്ലാഹുവിനോടുള്ള ഓതണം. ഞാൻ ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു ഓതി ഓതി എന്റെ കണ്ണിലും കാതിലും കരളിലും കൽബിലും മാംസത്തിലും ആത്മാവിലും ഖുൽ ഹുവല്ലാഹുവിനുള്ള മഹബത്ത് ഇണങ്ങിച്ചേർന്നു. നബിയേ, എപ്പോഴും എന്റെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ഞാൻ ഖുൽ ഹുവല്ലാഹു ഓതുകയാണ്. അത്ര എനിക്ക് ഖുൽ ഹുവല്ലാഹുവിനോട് മഹബത്തായി. എന്തേ? നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടേ? അതുകൊണ്ട് ഞാൻ ആഖിറത്തിൽ വരുന്ന സമയത്ത് എന്റെ ഖുൽ ഹുവല്ലാഹു എങ്കിലും എനിക്കൊരു സഹായത്തിന് ഇരിക്കട്ടെ. അതാണ് ഞാൻ ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ ഓതിക്കൊണ്ട് വല്ലാതെ ഖുൽ ഹുവല്ലാഹുവിനോട് മഹബത്ത്. ഇപ്പൊ നിസ്കരിക്കാൻ നിന്നിട്ട് സൂറത്തും ഫാത്തിഹയാണ് ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ അല്ലാ എന്റെ ഖുൽ ഹുവല്ലാഹു ഉണ്ടോ, എന്റെ ഖുൽ ഹുവല്ലാഹു. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. ഈ പെണ്ണുങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ കുട്ടികളുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഓൾക്ക് എന്ത് തിന്നാൻ കൊടുത്താലും അപ്പൊ പറയും നമ്മളെ കുട്ടികള് അണ്ട. വീട്ടില് കുട്ടികളില്ലാത്തന്ന് നല്ലൊരു ഇറച്ചിയോ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അയാൾക്ക് ഉമ്മാർക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ആ കുട്ടികൾ അല്ലേ? അതെന്താ? നൊന്ത് പ്രസവിച്ച മാതാവിന് കുട്ടികളോടുള്ള ആ ഒരു രീതി അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ആ ഖുൽ ഹുവല്ലാഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ ഖുൽ ഹുവല്ലാഹു എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതായി. ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി ഹുബ്ബുക ഇയ്യാഹാ, ഖുൽ ഹുവല്ലാഹുവിനോട് നിനക്കുള്ള മഹബത്ത് അദ്ഖലകൽ ജന്ന, അത് നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, കരിപ്പൂര് എയർപോർട്ടിൽ നമ്മളെ ഭർത്താവ് വരുന്നു, അതല്ലെങ്കിൽ ജ്യേഷ്ഠം വരുന്നു, ആങ്ങള വരുന്നു, നമ്മളവിടെ കാത്തു നിൽക്കാണ്. വിമാനം ഇങ്ങനെ വരുമ്പോൾ വലിയ ആളുകളൊക്കെ താഴത്തിറങ്ങി നിൽക്കുമ്പോ മതിലിന്റെ മുകളിലേക്കാണ് ചെറിയ കുട്ടികൾ ഇങ്ങനെ കയറി നിന്നിട്ട് ഏത് വിമാനം വന്നാലും ഇന്റെ ഒപ്പം അതിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ മാടി വിളിക്കും അല്ലാ അല്ലാ. ഇതേപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മശ്ശറാ മുറ്റത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ സിറാത്തുൽ മുസ്തഖീം പാലത്തിന്റെ അടുത്ത് ചെറിയ 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 പ്രകാശങ്ങൾ അതിങ്ങനെ കാത്തു നിൽക്കുന്നു. അല്ലാ അല്ലാ. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ചില ആളുകൾ മഹ്ശറിലേക്ക് നടക്കുമ്പോൾ സിറാത്തുൽ മുസ്തഖീമിന്റെ അടുത്ത് വെച്ചിട്ട് അതാ ഒരാൾ വിളിച്ചു പറയുന്നു, അല്ലാഹുവേ ആ വരുന്ന ആള് എന്റെ ആളാണ്, അയാളെ ഞാൻ സ്വർഗത്തേക്ക് കൊണ്ടുപോകട്ടെ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആരാണ് ആ വിളിച്ചു പറയുന്നത്? അത് ഖുൽ ഹുവല്ലാഹു ആണെന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, 3 ഖുൽ ഹുവല്ലാഹു ഓതാൻ 1 മിനിറ്റ് വേണ്ട കേട്ടോ, 1 മിനിറ്റ് വേണ്ട. ഒരു ദിവസം നമുക്ക് എത്ര ഖുൽ ഹുവല്ലാഹു ഓതാൻ കഴിയും? ഓതിക്കോ. നാളെ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മെ ദൂരെ നിന്ന് വരും വരും ഖുൽ ഹുവല്ലാഹു നമ്മളെ വിളിക്കാണ്. ഉപ്പാ ഉമ്മ എന്ന് കുട്ടികൾ വിളിക്കുന്നത് പോലെ ഖുൽ ഹുവല്ലാഹു നമ്മളെ വിളിക്കുന്നു. അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ ഇയാള് ജീവിതത്തിൽ എത്രയാണ് എന്നെ ഓതിയത്, അതുകൊണ്ട് ഇയാളെ ഞാൻ സ്വർഗത്തിലേക്ക്
സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. റസൂലുള്ളാഹി ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹുവിനെ മുറുകെ പിടിച്ചോ, നിന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ ചെറുപ്പക്കാരികളെ, എന്റെ യുവാക്കളെ, ആർക്കാണത് പതിവാക്കാൻ പ്രയാസമുള്ളത്? ആർക്കാണത് പതിവാക്കാൻ പ്രയാസമുള്ളത്? ഓ പ്രിയപ്പെട്ടവരെ, ഓർക്കണം കേട്ടോ, ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പതിവ് പറയട്ടെ. ഖുൽ ഹുവല്ലാഹുവിന്റെ കാര്യത്തിൽ എന്താണ് ഒരു പതിവ്? രാത്രി റസൂലുള്ള ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വുളു ചെയ്തു, മുസ്വാക്ക് ചെയ്തു, വുളു പൂർത്തിയായി എടുത്തു, വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ 3 ഖുൽ ഹുവല്ലാഹു ഓതാത്ത ഒരു ദിവസം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഖുൽ ഹുവല്ലാഹു ലഭിച്ച ശേഷം ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടല്ലാതെ റസൂലുള്ളാഹി തങ്ങൾ കടന്നിട്ടില്ല. എങ്ങനെയാ റസൂലുള്ളാഹി ചെയ്യാറ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്ത് വന്നിട്ട് ഫാത്തിഹ ഒന്ന് ഓതും. എന്താ ഫാത്തിഹയുടെ പ്രത്യേകത? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 100 ഏടുകളും 3 കിതാബുകളും മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തൗറാത്ത്, ഇഞ്ചീല്, പിന്നെ നാളെ ആരോ ചോദിച്ച് സബൂർ നബിക്ക് ദാവൂദ് എന്ന് പറഞ്ഞ കിതാബോ ദാവൂദ് നബിക്ക് സബൂർ പറഞ്ഞ കിതാബോ എങ്ങനെയാന്ന് ചോദിച്ചു. കാരണം ഞമ്മക്കിതൊന്നും ഓർമ്മയില്ലല്ലോ. പലതും പണ്ട് മദ്രസ പഠിച്ചെന്നല്ലാതെ പിന്നെ ഓർമ്മയില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞില്ല, എന്നാള് കഴിഞ്ഞ നോലമ്പിന് ഒരു കുട്ടി മുസാബ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചും, പിന്നെ ആ പൂട്ടിയൊക്കും പിന്നെയും മറിച്ചും, പിന്നെ പൂട്ടിയൊക്കും പിന്നെയും മറിച്ചും, കുറെ ഇങ്ങനെ മറിച്ചിട്ടാണ്ടപ്പോ ഒരു വയസ്സങ്കാക്ക ഇതത്താച്ച് നോക്കണ ചോദിച്ചു. ഇപ്പത്തെ മുസാബിൽ ഖുൽ ഹുവല്ലാഹു ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അത്രയും കാലയിക്കണത് ഓതി നോക്കിയിട്ട്. പണ്ട് ആ മദ്രസ പഠിച്ചെന്നാണ് എടുത്തു നോക്കിയതിന്റെ ശേഷം പിന്നെ നമ്മൾ എടുത്തു നോക്കലില്ലല്ലോ. ഉണ്ടോ? എവിടെ? ഞമ്മളെ പേരിൽ എന്താ ഞമ്മളെ വീടിന്റെ ഒരു ഷാറ്, അവിടെ ടൈൽസ്, ഇവിടെ മാർബിള്, മറ്റോടത്ത് ഗ്രാനൈറ്റ്, മറ്റോടത്ത് എന്തൊക്കെ എനിക്ക് പേര് പറയാൻ മുടിയാടില്ല. അത്തരം ഉഷാറില് നല്ല മട്ടം, എല്ലായിടത്തും നല്ല വൃത്തിയും കാര്യമൊക്കെ. ഒരു റൂമിൽ അവിടെ ഒരു തട്ട് അടിച്ചിട്ട് അതിന്റെ മുകളില് അവിടെ കുറച്ച് മാറാലൊക്കെ കെട്ടിയിട്ട് എന്താണ് അതെ മുസാബല്ലേ? ആ അതാ ഞാൻ പറഞ്ഞത്. അതാ കാരണം എന്താ, കഴിഞ്ഞ നോലമ്പിനെ നമ്മൾ മുസാബ് എടുത്തല്ലോ ഓതാന് അല്ലേ? അള്ളാ നോലമ്പ് ഒന്നിനും ഇങ്ങോട്ട് എടുത്തിട്ട് മുസാബ് കുട്ടികളൊക്കെ പാണ്ട് ഓതൽ തുടങ്ങിയപ്പോ കമ്മിറ്റിക്കാർക്കാകെ വേജാറായി. ഒരാൾ കോഴിക്കോട്ടേക്ക് മുസാബ് വാങ്ങാൻ പോകണം, എന്നാ നാളെ പോകാറിന്, ഇങ്ങനെ നാളെ അവന് പോകാൻ കൂടിയില്ല, മറ്റന്നാളാക്കാന്ന് പറഞ്ഞ്. കാരണം ഓതന്നെ ഭയങ്കരമായ മുസാബ് ഇങ്ങോട്ട് എടുക്കലും ഓതലും എല്ലാം കൂടി കുട്ടികളൊക്കെ കത്തം തീർക്കുന്നു ഉറപ്പായി. 2 ദിവസത്തെ ഓത്ത് കണ്ടപ്പോ എവിടെ 3-ാമത്തെ ദിവസം വരെ കണ്ടോ? കമ്മിറ്റിക്കാരൻ പോകാൻ ഞാൻ നന്നായി അല്ലേ? ഓ ഓത്ത് ആദ്യത്തെ ദിവസത്തെ ഓത്താണ് കണ്ടപ്പോ പണ്ട് നരിനെ പേടിച്ചിട്ട് ഒരാൾ മരത്തുമ്മക്ക് കയറുകയാണ്. ഇയാള് പോണ പോക്ക് കണ്ടപ്പോ താഴ്ന്ന ഒരാൾ പറഞ്ഞു മരം കഴിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനത്തെ പോക്കാ പോണത് എന്ന മാതിരിയുള്ള ഓത്ത. പിന്നെ നോക്കുമ്പോ പന കാണാനല്ല. പിന്നെ ഓന എന്നാ വരികയെന്ന് പറയും. എന്നാ വരിക? പിന്നെ ഞങ്ങളെ നാട്ടിൽ കൂടെ കണ്ട് 25,000 ഒരു തോപല്ലേ. അന്ന് മൂപ്പര് വന്നിട്ട് മുന്നിൽ തന്നെ 25,000 ദുആ ഇങ്ങനെ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് എല്ലാരും ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞപ്പോ 2-3 ആള് ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരപ്പ യാ റബ്ബൽ ആലമീൻ? ഒറ്റ നോൽമ്പ് നോൽക്കാത്തവരും എല്ലാ നോലുമ്പും ഓത്തും മറ്റൊക്കെ ഉള്ളവർ ആമീൻ നടക്കുമ്പോ യാ റബ്ബൽ ആലമീൻ. അള്ളാനെ പറ്റിച്ചാൻ നിൽക്കണ്ട, നല്ല മട്ടത്തിൽ ഇങ്ങനെ പോകാൻ നല്ലത്. പടച്ചോൻ ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഓർത്തോ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ പേര് തന്നെ ഇഖ്ലാസ്, ഹൃദയം നന്നാക്കുന്ന സൂറത്ത്, ഈമാന് വെളിച്ചം നൽകുന്ന സൂറത്ത്, ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്ന സൂറത്ത്, നമ്മുടെ മനസ്സ് നന്നാക്കുന്ന അധ്യായം. ഉമ്മമാരെ, സഹോദരിമാരെ, എപ്പോഴാണെങ്കിലും ഓതാൻ പറ്റിയതല്ലേ ഖുൽ ഹുവല്ലാഹു? എത്ര ഖുൽ ഹുവല്ലാഹു വർദ്ധിപ്പിക്കും? ഒരു ദിവസം 100 ഖുൽ ഹുവല്ലാഹു ഓതാൻ പറ്റിയോ? ഖുൽ ഹുവല്ലാഹു 5 ആയത്താണ്. 100 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ എത്ര ആയത്തായി? 500 ആയത്തുകളായി. നാളെ നിന്റെ കബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് നടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു നിന്നെ മാടി വിളിക്കുന്നു, ഉമ്മാ ഉപ്പ എന്ന് ഖുൽ ഹുവല്ലാഹു വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ എല്ലാ ദിവസവും എന്നെ ഓതിയ ആളാണ്, ഇയാളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ദശദിന പ്രഭാഷണത്തിന്റെ സമാപനത്തിൽ നിങ്ങൾക്കൊരു സമ്പാദ്യമായിരിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുക. ഹബീബുന റസൂലുള്ളാഹി നബി തങ്ങൾ രാത്രി വുളു ചെയ്ത് വന്നിട്ട് ആദ്യം സൂറത്തുൽ ഫാത്തിഹ. എന്തേ?
ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഴുവൻ കിതാബുകളുടെയും മാതാവാണ്. തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, പിന്നെ 100 ഏടുകൾ, അതിന്റെ ഒക്കെ പൂർണ്ണതയാണ് ഏത്? ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കിതാബുകളും ചേർന്നതാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ഉമ്മ അതാണ് ഏത്? സൂറത്തുൽ ഫാത്തിഹ. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് വന്നു. ആ പള്ളിയിലേക്ക് വന്നപ്പോ ഒരു സ്വഹാബി ഇങ്ങനെ പള്ളിയിൽ ഇരിക്കണ്. റസൂലുള്ളാഹി തങ്ങൾ കേറി. ആ സ്വഹാബി സലാം ചൊല്ലി കൈപിടിച്ച് രണ്ടാളും മദീനത്തെ പള്ളിയിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം. തൗറാത്തിലോ ഇഞ്ചീലിലോ ഖുർആനിലോ അത്ര സ്ഥാനമുള്ള മറ്റൊരു അധ്യായമില്ലാതെ. അങ്ങനെ ആ സ്വഹാബി റസൂലുള്ളാഹിനെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുക. ഓ, അവരൊരു ഭാഗ്യം നോക്കി നിങ്ങള്. റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ചിട്ട് എവിടെയാ നടക്കണത്? മദീനത്തെ പള്ളിയിൽ കൂടെ. ആ കൈ പിടിച്ച് സ്വർഗത്തിൽ നടക്കാൻ അള്ളാഹു നമുക്ക് ആവതാക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അതിന് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് നമ്മളും ചെയ്യാം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ആ സ്വഹാബിയോട് പറഞ്ഞു, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഒരു കിതാബിലും ഇത്ര ശ്രേഷ്ഠമായതില്ല. അതേതാ? സഹിയ സബ്ഉൽ മസാനി, 7 ആയത്തുകൾ അടങ്ങിയ സൂറത്തുൽ ഫാത്തിഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫാത്തിഹ 1 ഓത, ഖുൽ ഹുവല്ലാഹു 3 ഓത. ഇനിയിപ്പോ ഏതായാലും ഞാൻ അത് പറഞ്ഞില്ലേ, അതുകൊണ്ട് അതൊന്നാണ് പൂർത്തിയാക്കാൻ നമുക്ക്. നമ്മളെ ആലിമീങ്ങള് ഏതൊരു സംഗതി ചെയ്യുകയാണെങ്കിലും പണ്ട് കാലം മുതൽക്കേ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഒരു പുതിയാപ്പിള ഇറങ്ങുക, ഒരു തേട്ടക്കാര് പോവുക, ഏത് സംഗതിയാണെങ്കിലും എന്ത് പറയും? അൽ ഫാത്തിഹ അല്ലേ? അപ്പൊ ഏതാ ഓതല്? ഫാത്തിഹ ഓതിയാ പിന്നെ ഏതോതും? ഖുൽ ഹുവല്ലാഹു. പിന്നെ ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിനാസ്. എന്താ ഇന്നായത്തേനാക്കി തബ്ബത്ത് ഓതിയാൽ? അത് ഓതാതെ എന്താ ഇതന്നെ പതിവ്? നമ്മൾ മനസ്സിലാക്കണം. എന്താ? നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതിയാൽ അള്ളാഹുവിന്റെ മുഴുവൻ കിതാബും ഓതിയതിന്റെ ഒരു ബറക്കത്ത് ഫാത്തിഹ ഓതിയാൽ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് ഇറങ്ങാം, ഒരു നിശ്ചയത്തിന് ഇറങ്ങാം, ഒരു വിഷയത്തിന് ഒരുങ്ങാം, ഒരു പീടിക തുറക്കാം, ഏത് ഒരു ഫാത്തിഹ ഓതുക. എന്തിന്? അള്ളാഹുവിന്റെ മുഴുവൻ കിതാബിന്റെയും ഒരു ബർക്കത്ത് ഞാൻ ഈ തുടങ്ങണ വിഷയത്തിന് ഉണ്ടാകണേ. 1. രണ്ടാമത്തേത് ഏതാ ഓതുന്നത്? 3 ഖുൽ ഹുവല്ലാഹു. എന്തിന്? ഖുർആൻ ഒരു ഖതം തീർത്ത പുണ്യം എന്റെ ഈ വിഷയത്തിന് ഉണ്ടാകണേ. അതാണ് ഏത്? 3 ഖുൽ ഹുവല്ലാഹു. ഇനി നമ്മൾ ഏതാ ഓതല്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതെന്താ കാര്യം? എല്ലാ പുണ്യവും എല്ലാ സംഗതിയും അല്ലേ? പടച്ചോനെ, പാണക്കാട്ട തങ്ങൾ നിക്കാഹ് ചെയ്ത കുട്ടിയാണെങ്കിലും ശരി, ഉള്ളാത്ത തങ്ങൾ നിക്കാഹ് ചെയ്താണെങ്കിലും ശരി, ചിലപ്പോ എന്തുണ്ടാകലുണ്ട്? തശ്ബീഹായി, പുൽമാലായി, അസാദാകലുണ്ട് അല്ലേ? അള്ളാഹ് ആക്കട്ടെ. പല സംഗതി ഉണ്ടാവും. അതെന്താ? അതിലൊരു ശൈത്താൻ കൂടിയതാ. ഈ ശൈത്താൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ശർറുകൾ എന്തെല്ലാമുണ്ടോ ആ ശർറ് മുഴുവനും നീക്കുന്നതിന് ഒരധ്യായം ഖുർആനിലുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, നീ പടച്ച എന്തെല്ലാം ശർറുകളുണ്ടോ അതെല്ലാം എനിക്ക് നീക്കിത്തരണേ. എല്ലാ ഷർറുകളിൽ നിന്നും ഒരു കാവൽ ചോദിക്കാനാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ഞാൻ പറയട്ടെ, എല്ലാ ഷർറും നമുക്ക് തടുക്കാം. നമ്മൾ തമ്മിലുണ്ടല്ലോ ഒരു ഷർറ്, അത് ഇതിലൊന്നും പെട്ടതല്ല. ആണോ? അല്ലാഹു റബ്ബി, നമ്മൾ പറയാലോ ഈ കപ്പ തന്നെ ഉറപ്പാണ് അത് ശരിയാവൂല. കാരണം ഇവിടുന്നാണ് ഇറങ്ങുമ്പോ തന്നെ ആരെയാ കണ്ടത്? അങ്ങനെ പറയല്ലേ നമ്മള്? വേറൊരു സംഗതി ഉണ്ട്, ചില ഷർറുകൾ. എന്താ? അല്ലാ, നിങ്ങൾ ഒരു ദിവസം നോക്കുമ്പോ ഇന്റെ അവിടെ നിലമ്പൂര് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കൊടിഞ്ഞിക്കാരനൊരാളെ കാണുന്നു. അപ്പോ അസ്സലാമു അലൈക്കും, എന്തേ ഇപ്പൊ ഇവിടെ കാണണോ? അതെ, ഞാൻ നമ്മളെ ചെറുക്കനൊരു കല്യാണം അന്വേഷിച്ചു വന്നതാ. ഇവിടെ എവിടെ നിങ്ങൾ കല്യാണം അന്വേഷിച്ചിന്? അത് നമ്മളാ പിലാക്കൊമ്പത്തെ ചേക്കുട്ടിയാജില്ലേ? അവിടെയാ? അത് ശരി. അപ്പൊ തന്നെ നിങ്ങൾക്കില്ലേ അവന്റെ
എന്നുള്ള പറച്ചിലും അല്ലേ? ആ ശരി, ഏതായാലും ഇപ്പൊ നിങ്ങളവിടെ പോയി വന്നില്ലേ? ഏത് കുട്ടിനെയാണ് അവലെ? അതെ, ആ രണ്ടാമത്തെ കുട്ടിനെ. മൂത്ത കുട്ടിയാണെങ്കിൽ പിന്നെയും തിരക്കേടില്ലേ? ഇനി ഞാൻ കല്യാണം നടക്കുമോ നടക്കൂല? നിങ്ങളൊന്ന് പറഞ്ഞാണ്. നടക്കുവോ? നടക്കുവോ? വസുവാസായോ ആയില്ലേ? ഇതാണ് തമ്മിലുള്ള വസുവാസ്. നമ്മൾ ദുബായിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് ചില വസുവാസ് ഉണ്ടാക്കാൻ. എങ്ങനെയാ നിങ്ങള്? നിങ്ങൾക്കൊരു പീടെ കച്ചവടം തുടങ്ങണം. അത് നിങ്ങൾ പോയി കണ്ടുവച്ചൊക്കെ റെഡിയാക്കി മറ്റേ ആളെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കാൻ. മൂപ്പര് അതിങ്ങനെ നോക്കിയിട്ട് നമുക്കൊരു 2 ദിവസം കാക്ക, എന്നിട്ട് സംസാരിച്ചാ. എന്തിനാ 2 ദിവസം കാക്കണേ? അതിന്റെ ഇടയിൽ ഇയാൾക്ക് കച്ചവടം ചെയ്തു പോരാനാണ്. കണ്ടങ്ങള് ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഷെറിനുണ്ട്, അത് എല്ലാവർക്കിടയിലും ഉണ്ടാകും ഷെറ്. മനുഷ്യർ തമ്മിലുള്ള ഷെറ് അത് വസുവാസ് ഉണ്ടാക്കിയിട്ട് ഷെറുണ്ടാക്കല. ഈ ഷെറിൽ നിന്ന് കാവലാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു. ആ എഴുത്തുകൾ തന്നെയാണ് ആ പണി. അല്ലദീ യുവസ്വിസു, ആ വസ്വാസ് പറഞ്ഞ എഴുത്തുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ആ പണിയെടുക്കൽ. മനുഷ്യ മനസ്സുകളിൽ വസുവാസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ കുട്ടിയാ, ഒന്നാമത്താണ് ഈ പിന്നെയും തിരക്കുകളിലേനി. കണ്ണങ്ങൾ വസുവാസായോ ആയില്ലേ? അതിന് നമ്മളിങ്ങനെ സൈക്കിൾ എടുത്ത് കൂടും ഒപ്പം. അല്ല, എവിടെ പോയി വരുന്നോ? ഞാൻ ഇവിടെ അറ്റം പോയതേന്. ഇവിടെ എന്നാണ്? അല്ല, ഞാൻ കുറച്ചങ്ങട്ട് എന്നാണ്. എന്തിനാ ഒരാളെ പുറകിൽ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടുന്നത്? ഞാൻ ഇവിടം വരെ പോയതേനാണ്. അള്ളാഹ് ഖൈറിലാക്കട്ടെ, വേറെ പ്രത്യേകമൊന്നും ഇല്ലല്ലോ, ഓനെ വിട്ടാ മതി അവിടെ. ഞാൻ ഇവിടം വരെ എന്നാ? അല്ല, ഞാൻ കുറച്ചങ്ങട്ട് കണ്ട പോകാണ്. ഓന്റെ ഒപ്പം സൈക്കിൾ എടുത്ത് കൂടുക. ഈ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് വസുവാസ് ഉണ്ടാക്കണമല്ലോ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എഴുതിയിട്ട് ഇറങ്ങിക്കോളി. ആദ്യം തന്നെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫാത്തിഹ ഓതുക, മുഴുവൻ കിതാബുകളുടെയും ബർക്കത്ത്. ഖുൽ ഹുവല്ലാഹു ഓതുക, ഖതം തീർത്ത പുണ്യം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, എല്ലാ ഷർറിനെയും തടുക്കാൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതിക്കോ, മനുഷ്യന്റെ ഷർറുകൾ വസുവാസിൽ നിന്ന് രക്ഷപ്പെടാൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതാണ് നമ്മുടെ പൂർവികരായ ആലിമീങ്ങൾ. ഇനി അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം ആണ്. എന്നാ നമ്മൾ ഏതും കൂടി ഓതും. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഏതും കൂടി ഓതും. ഒരു യാസീനും കൂടി ഓതും. എന്താ യാസീന്റെ പ്രത്യേകത? അത് നിങ്ങൾ 100,000 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഓതലുണ്ടാവും. എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരു പതിവ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, യാസീൻ സൂറത്തിന്റെ പതിവ് നിങ്ങൾ പതിവാക്കിക്കോ. യാസീൻ സൂറത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രേഷ്ഠത കിതാബുകളിൽ എത്രയാണ് കിടക്കുന്നത്? എന്താ ഖുർആന്റെ പ്രത്യേകത? യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഹൃദയമാണ്, ഖുർആന്റെ ബ്രെയിനാണ്, ഖുർആനിന്റെ കൽബാണ് എന്ന് പ്രത്യേകമായി പഠിപ്പിച്ചതാണ് സൂറത്ത് യാസീൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മമാരെ, മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളില്ലേ, അവരുടെ പാരത്രിക മോക്ഷത്തെ ലക്ഷ്യം വെച്ച് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളൊരു യാസീൻ ഓതുക. അത് അവരുടെ ഖബറിലേക്ക് തണലാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് തുണയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, ഒരുപാട് പ്രതിബന്ധങ്ങൾ വരും. മനസ്സിന് താങ്ങാനാവാത്ത ചില പ്രതിസന്ധികൾ ചിലപ്പോൾ വരും. സാമ്പത്തികമായി മനുഷ്യനാട് കുടുങ്ങി, ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇറങ്ങാൻ വയ്യ, അങ്ങോട്ടും ഇറങ്ങാൻ വയ്യ, ഓരോടും മിണ്ടാൻ വയ്യ, ഇവരോടും മിണ്ടാൻ, എല്ലാരോടും കടം വാങ്ങി കുടുങ്ങി. ഇങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ കുടുങ്ങിപ്പോവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലപ്പോ നമ്മൾ കുടുങ്ങുന്നത് രോഗം കൊണ്ടായിരിക്കും. പടച്ചോൻ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ വയ്യ, അങ്ങോട്ട് മറിഞ്ഞു കിടക്കാൻ വയ്യ, അവിടേക്ക് തൊട്ടാലും വേദന കടിച്ചിറക്കി. റബ്ബേ, അങ്ങനത്തെ രോഗം തരല്ലേ അല്ലാ, രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും ചിലപ്പോ. ചില സമയത്തോ മക്കളെ കൊണ്ട് കുടുങ്ങി നമ്മൾ. എന്തേ? എവിടെ ഇറങ്ങിയാലും നമ്മളെ കുട്ടി അവിടെ കയറി വെച്ചുണ്ടാക്കി, ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, മറ്റോടത്ത് പ്രശ്നം ഉണ്ടാക്കി. മക്കളെ കൊണ്ട് വാപ്പാക്ക് യാതൊരു രക്ഷയും കിട്ടുന്നില്ല, മനസ്സും കെട്ട് തിടുങ്ങി. ഇപ്പൊ മൂപ്പര് പള്ളികൾക്കും കാണലില്ല, നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജുമാക്കും വരലില്ല. അങ്ങനത്തെ കുടുക്ക മക്കളെ കൊണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പടച്ചവനെ, മക്കളെ കാര്യത്തിൽ ഞങ്ങൾ അയ്ബാക്കരുതേ റഹ്മാനെ.
ഞങ്ങളെ കൊണ്ട് മക്കൾക്കും മക്കളെ കൊണ്ട് ഞങ്ങൾക്കും നീ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് തരണേ അല്ലാ. നല്ലപോലെ മനസ്സിലാക്കിക്കോളി മുഅ്മിനീങ്ങളെ, ചെറിയ സംഗതിയല്ല. മക്കളെ കാര്യം പറയുമ്പോ ഇവിടെ ഒരു വിഷയം തന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാം, മക്കളെ കാര്യത്തിൽ ശ്രദ്ധ വേണം. എന്താ പഴമക്കാര് കാണിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട മോൻ ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. നമ്മളെ മക്കൾ നന്നാകുക എന്ന് പറഞ്ഞാല് നന്നായ മക്കളൊന്നും വലിയ വലിയ തറവാട്ടിൽ ജനിച്ചോളണമെന്നൊന്നുമില്ല. മക്കൾ നന്നാകുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബീവി ഖൈറ എന്ന പെണ്ണ് വീട്ടു ജോലി ചെയ്യുന്ന പെണ്ണ. നമ്മളവിടെ ഉണ്ടല്ലോ പ്രസവിച്ചോർത്ത് നിൽക്കാൻ പെണ്ണുങ്ങൾ വെക്കല് അല്ലേ? അങ്ങനെയൊക്കെ വീടുകളിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ് ആര്? ബീവി ഖൈറ. ഏത് വീട്ടിലാ ഇപ്പൊ ജോലി? റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി എന്ന് പറഞ്ഞാൽ ആരാ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അന്ന് ആണുങ്ങൾക്ക് തന്നെ എഴുത്തും വായനയും അറിയില്ല. ആ കാലത്ത് ഉമ്മു സലമ ബീവിക്ക് എഴുത്തും അറിയാം, വായനയും അറിയാം, വിദ്യാഭ്യാസമുള്ള സഹോദരി. റസൂലുള്ള 9 ഭാര്യമാരെ കല്യാണം കഴിച്ചത് ഓരോന്നും ദീനിന് ഉപകരിക്കുന്ന ഓരോ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് കല്യാണം കഴിച്ചതാ. ഉമ്മു സലമ ബീവി എഴുത്തും വായനയും അറിയുന്ന ബീവിയാ. അവരുടെ വീട്ടിൽ വീട്ടുവേലൊക്കെ നിൽക്കുന്ന ബീവിയാണ് ഖൈറ. സാധു കുടുംബ. അവരെ ഭർത്താവ് ആരാ? ഭർത്താവ് യസാർ. മൂപ്പരെവിടെ? റസൂലുള്ളാഹിന്റെ കാത്തിബുൽ വഹി, വഹി എഴുതി വെക്കുന്ന സ്വഹാബിയുണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മൂപ്പരുടെ വീട്ടിൽ വീട്ടുവേല ചെയ്യുന്ന ആളാണ് യസാർ റളിയല്ലാഹു അൻഹു. ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു. അതിലുണ്ടായ ഗർഭിണിയായപ്പോൾ ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിയാണ് ചരിത്രത്തിൽ സ്വഹാബാക്കൾ കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്തിരിക്കുന്ന താബിഈങ്ങളിൽ പ്രമുഖൻ ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. യസാറും ഖൈറയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ ഗർഭിണിയായി. ഖൈറ പ്രസവിച്ചു. പ്രസവാനന്തരം ആ കുട്ടിയെ നേരെ എടുത്തിട്ട് തന്റെ യജമാനത്തിയായ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടാ വന്നത്. വന്നിട്ട് ഉമ്മു സലമ ബീവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഉമ്മു സലമ ബീവി ചോദിച്ചു, നിന്റെ കുട്ടിക്ക് പേര് വെച്ചോ? അപ്പൊ ഖൈറ പറഞ്ഞു, ഞാൻ എങ്ങനെ ഉമ്മ, നിങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ പേര് വെക്കോ? പേര് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചതാണ്. അപ്പൊ പറഞ്ഞു, അനഖ്താറുബിനക്കി, നിന്റെ കുട്ടിക്ക് ഞാൻ നല്ലൊരു പേര് തരാം. ഏതാണ് ആ പേര്? റസൂലുള്ളാഹി തങ്ങളെ മകള് ഫാത്തിമ പ്രസവിച്ചപ്പോൾ ആ ഫാത്തിമാന്റെ കുട്ടിക്ക് റസൂലുള്ളാഹിന്റെ പേര് ഹസൻ എന്നാണ്. അതുകൊണ്ട് നിന്റെ കുട്ടിക്ക് ഞാൻ ഹസൻ ഇബ്നു യസാർ, ഹസൻ എന്ന് പേര് വെക്കുന്നു. അല്ലാ, ആ കുട്ടിക്ക് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മധുരം കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ കുട്ടി പിന്നീട് ചെറിയ കൊച്ചു പൈതലാകുമ്പോൾ തൊട്ടിൽ കിടത്തി ഉറക്കി. ഉമ്മ ഇങ്ങനെ അവിടെ വീട്ടിലെ വേല ചെയ്യും. കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നുണ്ട്. ഈ ഇടക്ക് കുട്ടി ഉണരും. കുട്ടി ഉണരുമ്പോ കുട്ടിന്റെ അമ്മ എന്താണ്? വീട്ടിലെ ജോലിയില്ല. അപ്പൊ ഉമ്മു സലമ ബീവി പോയിട്ട് കുട്ടിനെ താരാട്ട് പാടി ഉറക്കും. ചിലപ്പോ കുട്ടി ഉറങ്ങൂല. കുട്ടിയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ അങ്ങനെ. ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ പകല് നല്ല ഉറക്ക്. ഏശാണ് കഴിഞ്ഞാൽ ഉണരും. പിന്നെ നേരം വെളുക്കോളം പാട്ടാ. കുട്ടികള് പല സൈസും. ഈ കുട്ടി എന്തായാലും ഉറങ്ങണില്ല. ഉറങ്ങാത്തപ്പോ പിന്നെ ചിലപ്പോ എന്ത് ചെയ്യും? ഉമ്മു സലമ ബീവി കുട്ടിനെടുക്കും. കുട്ടി എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടുമ്പോ കുട്ടി ചിലപ്പോ കരച്ചിൽ നിർത്തൂല. കരച്ചിൽ നിർത്താത്തപ്പോ കൊച്ചു മക്കളാകുമ്പോ എന്ത് വായിൽ വെച്ചു കൊടുത്താലും കുട്ടി ഇങ്ങനെ ഭരിച്ചു കുടിക്കാൻ തുടങ്ങും അല്ലേ? മുലപ്പാല് കുടിക്കുകയാണെന്നുള്ള ഉമ്മു സലമ ബീവി ഇടക്കിടക്ക് എന്ത് ചെയ്യും? കുട്ടി കരയുമ്പോ ഉമ്മു സലമ ബീവിയുടെ മുലക്കണ്ണ് എടുത്തിട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കും. ആ കുട്ടി ഉമ്മു സലമ ബീവിയുടെ, റസൂലുള്ളാഹിയുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ മുലക്കണ്ണ് ആ കുട്ടി ഇങ്ങനെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. കുട്ടിയും ഉമ്മയും തമ്മിൽ വല്ലാത്ത ബന്ധമായി. ഉമ്മു സലമ ബീവിയുടെ മുലയിൽ പാല് വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഉമ്മു സലമ ബീവിയുടെ മുലക്കണ്ണ് ഹസൻ എന്ന കുട്ടി വായിൽ വെച്ച് വലിച്ചു കുടിക്കാൻ തുടങ്ങി. ഉമ്മു സലമ ബീവിയുടെ മുലക്കണ്ണ് ആ കുട്ടി കുടിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് 7ാമത്തെ വയസ്സായപ്പോഴേക്കും ഹസൻ എന്ന കുട്ടി ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 14ാമത്തെ വയസ്സായപ്പോൾ ഹസൻ എന്ന കുട്ടി, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അന്ന് സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാല, റസൂലുള്ളാഹി വഫാത്തായിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിൽ നിന്ന് ഈ കുട്ടി ഹദീസ് പഠിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അച്ചടക്കം പഠിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തഫ്സീറുകൾ മുഴുവനും പഠിച്ചു. 14ാമത്തെ വയസ്സായപ്പോൾ ഈജിപ്തിലെ ജാമിഉൽ അസ്ഹർ പള്ളിയിൽ ഫത്വക്ക് ആധാരമായ രീതിയിൽ ബഹുമാനപ്പെട്ടവർ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരാൾ, എല്ലാവരും ആ കുട്ടിയെ ആദരിക്കപ്പെടുന്നു. ആരാണത്?
ഹസൻ ബസരി റളിയല്ലാഹു അൻഹു കൊച്ചു നാളിൽ തന്നെ ഇത്ര വലിയ പദവി ആ കുട്ടിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഉമ്മു സലമ ബീവിയുടെ മുലക്കണ്ണ് ആ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തതിന്റെ ബർക്കത്താണെന്ന് ചരിത്രകാരന്മാർ മുഴുവൻ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ നന്നാകാൻ സ്വാലിഹ്യങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. കുട്ടികൾ നന്നാവാൻ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നല്ല രൂപത്തിൽ കുട്ടികൾ നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ചിലപ്പോൾ മക്കളെ കൊണ്ട്, ചിലപ്പോൾ കുടുംബത്തെ കൊണ്ട് പല വിഷമം ഉണ്ടാവും. മാനസികമായി തളർച്ച അനുഭവപ്പെടുന്ന സമയത്ത് മനുഷ്യൻ ഇന്ന് ചെയ്യണത് എന്താ? ആത്മഹത്യ ചെയ്യാം, അല്ലേ? പല ആൾക്കാരും ചിലപ്പോൾ പത്രം എടുത്തു നോക്കിയാൽ ആത്മഹത്യ ചെയ്ത വാർത്ത ഇല്ലാത്തൊരു ദിവസമല്ല, എല്ലാ ദിവസവും ആത്മഹത്യ എങ്ങനെ ചെയ്തിട്ട് മുമ്പൊക്കെ ഏതെങ്കിലും കാട്ടിൽ ഏതെങ്കിലും ഒരാൾ തൂങ്ങിച്ചത്ത വിവരം ഉണ്ടാകല്. ഇപ്പൊ കുടുംബസമേതം ആത്മഹത്യ, അല്ലേ? വയനാട്ടിൽ ഇതിനടക്ക് കർഷക തൊഴിലാളികളൊക്കെ ആത്മഹത്യയില്ലേ, ഇല്ലേ? എന്താ ആത്മഹത്യ ചെയ്തുകൊണ്ട്? ആത്മഹത്യ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചോ ഇവിടുന്നാണ് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നല്ല സുഖമാണ്. ഇപ്പൊ ആൾക്കാർ കൂട്ട ആത്മഹത്യ എങ്ങനെ ചെയ്യുന്നുണ്ട? അവിടെ പോയിട്ടുള്ള വിവരം ഇങ്ങോട്ട് ആരോ കൊടുത്ത മാതിരിണ്ട്. വേഗം ഇങ്ങോട്ട് പോരും, ഇവിടെ നല്ല മട്ടാണ്, ആണ് ചെല്ലി അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണ്ട് നമ്മളെ നാട്ടിലുണ്ടായി കുഞ്ഞാനും കുഞ്ഞൽവിയും രണ്ടാള്, എല്ലാ തോന്നിയാസത്തിലും ഓരോപ്പ. ഒരു ചങ്ങായിയാണ് മരിച്ചു. ഓൻ മരിച്ചപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി, അല്ല നമ്മളെ കുഞ്ഞൽവി ഇപ്പൊ ഒറ്റക്കായല്ലോ. ഓന്റെ കണ്ണൂക്കിന്റെ അന്ന് ബനുവാണ് മരിച്ചു. മറ്റോന്റെ മൂന്നിന്റെ അന്ന് ബനുവാണ് മരിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, എങ്ങനെയാ മരിച്ചതൊക്കെ? മറ്റോനോട് കബർന്ന് എന്ത് ചോദിച്ചാലും ഓൻ പറയും. സംഗതിയൊക്കെ ശരിയാ, മുഴുവൻ പറയുകയാണെങ്കിൽ മറ്റോനെയും കിട്ടണം എന്നാണ്. അങ്ങനെയാണ് ഇപ്പം മൂന്നിന്റെ അന്ന് തന്നെ മരിച്ചത്. സുബ്ഹാനല്ലാഹ്, മാണ്ടാത്തീന് കൂറാകാൻ നിൽക്കണ്ട, അള്ളാഹു ഖൈർ തരും. തങ്ങന്മാരും ആലിമീങ്ങളും ഒക്കെ വരുന്നുണ്ട്. അള്ളാഹു നമ്മളെ മുബാറക്കായ നല്ല ബർക്കത്തുള്ള സഭയാക്കി തരട്ടെ. അങ്ങനെ വന്ന് വലിയ ഞങ്ങൾ പാപ്പ വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, എന്നാ മറ്റേ ഇപ്പം ബേക്കർ വരുന്നുണ്ടാവും. അങ്ങനെയാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ മാനസികമായി മനുഷ്യൻ പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. സാമ്പത്തികമാകാം, രോഗാകാം, ശരീരത്തിൻ്റെതാകാം, കുടുംബത്തിൻ്റെതാകാം, ഭാര്യയും ഭർത്താവും തമ്മിലാകാം, നേരം വെളുക്കണ് വൈകുന്നേരമാകണം, മനസ്സിന് യാതൊരു സമാധാനം പെണ്ണുങ്ങൾക്കുമില്ല മാപ്പിളക്കുമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഏത് പ്രതിസന്ധിയുള്ള സമയത്തും നിനക്കൊരു കാവൽ നിൽക്കണോ? നിനക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് അറിയാതെ രക്ഷപ്പെടണോ? ഹബീബുനാ റസൂലുള്ളാഹി. എടോ, നിന്റെ മനസ്സിന്റെ നിയ്യത്ത് എന്താണെങ്കിൽ ഞാൻ നിയ്യത്ത് മനസ്സിൽ അവിടെ വെച്ചിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഒന്ന് ഓതിയിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, യാസീൻ നല്ലപോലെ ഒന്ന് ഓതിക്കോ. ഞാനിനി അവിടെ ഒരു 2 വാക്ക് പറയാം, ഓതിയാ പോരാ, അത് പടച്ചോന്റെ കലാമായിട്ട് ഓതണം. ഞമ്മക്കുണ്ടല്ലോ ഒരു ഓത്ത്, എങ്ങനെ എന്തേ പോതിയത്? അതിന്റെ ഇടയിൽ കോട്ടാവി ഒരൊറ്റ അടിയന്റെ അടിച്ചാണ്. അങ്ങനെയാ ഖുർആൻ ഓതല്? ഞമ്മളെ കോട്ടാവിയും ഭർത്താനും ചിരിയും കളിയും അതൊക്കെ ഈ ഓത്തിന്റെ അടിയിൽ കൂടെ തന്നെ. സുബ്ഹാനല്ലാഹ്. വേറെ ചില സംസാരങ്ങൾ നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ അടുക്ക അപ്പുറത്ത് മറ്റോരൊന്ന് തോണ്ടിയിട്ട് പിന്നെന്തൊക്കെയായി വൈദാഹും പിന്നെ മറ്റേ സംഗതി എന്തായി ഹസീമും ഇന്നാളാ പറഞ്ഞ വിഷയം. ഇതിനൊന്നും ആ കൂലി കിട്ടാൻ പോണില്ല. എന്തേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താൻ മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മുഅ്മിനീങ്ങളും മലക്കുകളും അടുത്തു വന്നു. ഇനി നമ്മൾ ഖുർആന്റെ ആയത്തെ എത്ര ഓതുന്നോ അതനുസരിച്ച് റഹ്മത്തിന്റെ മലക്കുകള്, സയ്യാഹിങ്ങളായ മലക്കുകള്, ഹഫളത്തിന്റെ മലക്കുകള്, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ ഒക്കെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കാം. അള്ളാഹുവിന്റെ കലാമ് നമ്മൾ ഓതുമ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ അധികം ഓതണമെന്ന അഭിപ്രായമില്ല. ഓതുന്നത് നന്നാക്കി ഓതിക്കോ. സയ്യിനൂ അസ്വാതക്കും ബിൽ ഖുർആൻ. ത്വാഹ റസൂലുള്ളാഹി.
മുത്തുനബി പറഞ്ഞു നല്ല സൗണ്ടിൽ ഖുർആൻ ഓതണം. അതിനെന്താ വേണ്ടത്? ഖുർആൻ ഓതുന്ന ആളുകൾ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു തആല അവന്റെ പ്രകാശം നമുക്ക് തന്നതാണ്. ഖുർആൻ ഒരു കയ്യിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഖുർആന്റെ ഒരു തല നമ്മുടെ കയ്യിലാണ്, മറ്റേ തലക്കൽ അല്ലാഹുവാണ് കേട്ടോ. ഓർക്കണം, നമ്മൾ മൊബൈൽ ഫോൺ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ വിളിക്കുമ്പോ ഹലോ എന്ന് വിളിക്കുമ്പോ അപ്പുറത്ത് ആരാ ഫോൺ എടുത്തത്? ഉമ്മയാണെങ്കിൽ അതിനനുസരിച്ചാ സംസാരം, അല്ലെ? ഹലോ ഭാര്യയാണ് ഫോൺ എടുത്തതെങ്കിൽ അതനുസരിച്ചാണ് സംസാരം. ഹലോ മക്കളാണ് ഫോൺ എടുത്തതെങ്കിൽ അതനുസരിച്ചാണ് സംസാരം. ഹലോ എന്ന് ഫോൺ ചെയ്യുമ്പോൾ വലിയൊരു ഉസ്താദാണ് എടുത്തെങ്കിൽ അതിനനുസരിച്ചാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പുറത്ത് ആരാണ്? നമ്മളെ കയ്യിലിരിക്കുന്ന ഖുർആനില്ലേ, ഈ ഖുർആന്റെ മറ്റേ തലക്കൽ അള്ളാഹുവാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ആ ബോധം വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ ബിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്ത് വായ വൃത്തിയാക്കണം. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാതെ ഖുർആൻ ഓതരുത്. രണ്ട്, ഖുർആൻ ഓതുന്നവന്റെ ശരീരവും മനസ്സും അവൻ ഓതാനിരിക്കുന്ന സ്ഥലവും അവന്റെ വസ്ത്രവും അത് ശുദ്ധിയായിരിക്കണം. മൂന്ന്, ഖുർആൻ ഓതുന്ന ആൾ ഖിബലക്ക് മുന്നിട്ടിരിക്കണം. നാല്, പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഒരു സ്ഥലത്ത് ഇരുന്ന് മട്ടത്തിൽ ഓതുകയാണോ, ഉമ്മമാരെ സഹോദരിമാരെ, അത്തറ് പോലത്തെ എന്തെങ്കിലും ഒരു സുഗന്ധം പുരട്ടണം. അത് പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ സുഗന്ധം പുരട്ടൽ പ്രത്യേകം സുന്നത്താണ്. നല്ല വസ്ത്രം ധരിച്ച് ഖിബലക്ക് മുന്നിട്ട് മുസാഫ് കുറച്ച് ഉയരത്തിൽ പിടിക്കുക. അതാണ് പഴയ കാലത്തൊക്കെ മുസാഫ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. എന്താ അതിന്റെ പേര്? ആ മുസാഫ് വെക്കണ സാധനല്ലേ, എന്താ അതിന്റെ പേര്? എന്താ ചെയ്തു നിങ്ങൾ പറഞ്ഞാണ്? അതാണ് ഇരിക്കടക്കി. അപ്പൊ ഞാൻ സാധനം മനസ്സിലായോ അല്ലേ? അല്ല, ഇവിടെ കണ്ണിന് മൂക്ക് എന്നാ പറയലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് സാധനം മനസ്സിലാക്കി തന്നെ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ മതിലല്ലേ. അപ്പൊ ഇതെങ്ങനെ, ഇതെന്താ വെച്ചിരിക്കുന്നത്? മുസാഫ് ഒരു ഉയരത്തിൽ. അപ്പൊ നമ്മളതും മുസാഫ് കുറച്ച് ഉയരത്തിൽ ഇല്ലേ, നമ്മളെ മുന്നിൽ ഒരു തലയാണ് വെക്കാം, മുസാഫ് അതിന്റെ മുകളിൽ വെക്കാം. ഇല്ലേ, മുസാഫ് കുറച്ച് ഉയർത്തി പിടിക്കാം. എന്നിട്ട് നമ്മൾ കെബിരൊക്കെ മുന്നിട്ട് ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താൻ മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ ചുറ്റുഭാഗത്ത്. ഇനി മലക്കുകൾ ഇങ്ങനെ കൂടി 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 ഹബീബുനാ റസൂലുള്ളാഹി ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിൽ അള്ളാഹു തആല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവരെ, രാവിലെ പായയിൽ നിന്ന് എഴുന്നേറ്റു, ബ്രഷ് ചെയ്യാതെ മുസ്വാക്ക് ചെയ്യാതെ കറകറ കറകറ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതലല്ല. യാസീൻ മൂക്ക് കൂടെ തുറജാവു എന്ന് പറഞ്ഞിട്ട് ഓതലല്ല. പിന്നെന്താണ്? ഖുർആനിന്റെ അക്ഷരങ്ങൾ അതിന്റെ ഉച്ചാരണ ശുദ്ധി സൂക്ഷിച്ച് ഖുർആനിലെ സായും സായും ഷായും അത് വേർതിരിച്ച് സ്വാദും വാദും വേർതിരിച്ച് ഖുർആനിന്റെ ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഖുർആൻ ഓതണം. ആ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി, ഒരാള് ഖുർആൻ ഓതലും മറ്റേയാള് കേൾക്കലും രണ്ടും ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ ഇമാമായി നിസ്കരിക്കുക, ഇമാം ഓത നമ്മൾ കേൾക്കുക, രണ്ടും ഇബാദത്താ. അത് നിസ്കാരത്തിൽ മാത്രമല്ല, ഖുർആൻ ഇങ്ങനെ ഓതുന്നു, മറ്റേയാൾ കേൾക്കുന്നു. നിങ്ങൾക്കറിയോ, നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്ന ആളുകളെ റസൂലുള്ള വിളിക്കും. റസൂലുള്ള വിളിച്ചിട്ട് പറയും, മോനെ നീ ഒന്ന് ഓതടാ, ഞാനൊന്ന് കേൾക്കട്ടെ. അല്ലാഹ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, മോനെ നീ ഒന്ന് ഖുർആൻ ഓതണോ, ഞാൻ കേൾക്കട്ടെ. ആ സമയത്ത് സ്വഹാബി പറഞ്ഞു, നബിയേ, അള്ളാഹു നിങ്ങൾക്കല്ലേ ഖുർആൻ തന്നത്, ജിബ്രീൽ നിങ്ങൾക്കല്ലേ ഓതി തന്നത്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേ നബിയേ. ആ സമയത്ത് പറഞ്ഞു, മോനെ നീ ഓതി, ഞാൻ കേൾക്കട്ടെ. റസൂലുള്ളാഹിന്റെ 4 സ്വഹാബാക്കളുണ്ട്. ഏറ്റവും നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നെ പറയാം, വലിയ ചരിത്രമുള്ള ആളാ. ഞാൻ പറയാം, ഇത് പൂർത്തീകരിക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ ഓതി, റസൂലുള്ളാഹി ഇങ്ങനെ കേട്ടിരിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, എത്ര സംഭവങ്ങളുണ്ട്. മാനസികമായി റസൂലുള്ളാഹിക്ക് പ്രയാസമുള്ള ഏത് വിഷയം വന്നോ അപ്പൊ റസൂലുള്ളാഹി പറയും, മോനെ നീ ഓതി, ഞാൻ കേൾക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയും, നിങ്ങളൊന്ന് ഓത് ഖുർആൻ, ഞാൻ കേൾക്കട്ടെ. മനസ്സിന് സമാധാനം
ലഭിക്കാൻ. ഒരിക്കൽ നിങ്ങൾക്കറിയോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മമാർ സഹോദരിമാരെ, ആയിഷ ബീവി നിങ്ങൾക്ക് ആരാണ് നമ്മുടെ ആയിഷ ബീബി? ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഭാര്യ എന്ന രീതിയിൽ കളിച്ചും ചിരിച്ചും രസിച്ചും തമാശ പറഞ്ഞും ഓടിയും ചാടിയും കളിച്ചു അങ്ങനെയൊക്കെയുള്ള ആളാണ് ആര്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ചെറിയ പ്രായത്തിൽ റസൂലുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ആയിഷ ബീബിനെയാണ്. ചെറിയ പ്രായമുള്ളവരെ കല്യാണം കഴിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതോ. ആദ്യമായിട്ട് കല്യാണം കഴിക്കണ ഒരാള്, അയാൾ കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാ? തീരെ കെട്ടിക്കാത്ത ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിക്കാം. എന്നല്ല, എന്തിന്? ചെറുപ്പത്തിൽ മനസ്സും തമ്മിൽ ഇണങ്ങി അവരെ ജീവിതം വളരണം. ഇപ്പത്തെ മാതിരിയല്ല. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് തന്നെ ആണെങ്കിലും അയ്യോ അല്ലാഹു കാക്കട്ടെ. അപ്പൊ പത്രത്തിലൊക്കെ വായിച്ചു നോക്കാം, നിക്കാഹിന്റെ മുമ്പ് 7 വയസ്സായ കുട്ടീൻ്റെ ഒരു ചങ്ങായിക്കുക. നിക്കാഹ് പിന്നെയാണ് പരിഷ്കരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല. അത് പോയാൽ പിന്നെ ഇതൊക്കെ ഇപ്പൊ സ്വിപ്പാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. അല്ലെ അതന്നെ അല്ലേ നമുക്ക് ഈ പറയണത് പൂർത്തിയാക്കല്ലാണ്ട്. അല്ല നിങ്ങൾക്ക് ഇഷ്ടം മറ്റതാണെങ്കിൽ അത് പറയാന്നല്ല. അല്ല അതിന് ഒഴിവാക്കുകയാണെന്ന് നോക്കുമ്പോ ഒരു കണ്ണുമൂറ് പാടിയ മാതിരി അത് പറ്റില്ലോ. അപ്പൊ ഇരിക്കട്ടെ, ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റാഹത്തിൽ കല്യാണം കഴിച്ചിങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുക. ആയിഷ ബീബി എപ്പോഴും ആയിഷ ബീബിക്ക് ഒരു പതിവുണ്ട്. എന്താ? റസൂലുള്ള വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ആയിഷ ബീബി നല്ല കുപ്പായമൊക്കെ ധരിച്ച് നല്ല അത്തറൊക്കെ പുരട്ടി റസൂലുള്ളാഹിന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതൊരു ഭാര്യയുടെ കടമയാണ്. അതിവിടെ ആ വിഷയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ പറയണില്ല. പാടിയത് യേശുദാസ് ആണെങ്കിലും പാട്ട് നല്ലതാ. പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ എന്ന് പറഞ്ഞു. പാടിയത് യേശുദാസ് ആണെങ്കിലും സംഗതി എങ്ങനെയുണ്ട്? അതായത് അതേ സമയത്ത് ചില പെരീക്കാണ് ചെന്ന് നോക്കി ആ മാപ്പിളാര് പറയണ കേട്ടോ. അല്ലാഹു അലം. ഞമ്മള് വെറുതെ പെണ്ണുങ്ങളായിട്ട് ഗുരുമാലിനെ കണ്ട. അപ്പൊ അതാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പറയണ്ട നിങ്ങളേറ്റത്തരം മുന്തിയ ആൾക്കാര്. അത് ശരിയാണ്, അതും ശരിയാണ്. ഞമ്മളെന്താ പല പുരുഷന്മാരും പെരയിൽ ഒരു പട്ടാളക്കാരനായിട്ട് അങ്ങനെ വലിയ കൊലയുമ്പോൾ ഇങ്ങനെ ഇരിക്കണണ്ട. ഒരു ചായ കൊടുന്ന ഇവനെ വല്ല ചീഫ് കമാൻഡർ ആക്കാൻ പറ്റും. നമ്മളെ ആർമിയിൽ, നമ്മളെ കരസേനയിലേ ഇവനെ ആക്കിയാൽ നല്ല മെച്ചം കിട്ടും. അങ്ങനെയല്ല, നമ്മൾ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഒരു കളിച്ച് സിരിച്ച് സ്നേഹിച്ച് ഭർത്താവിനോട് അതിരറ്റ ബഹുമാനം, ഭാര്യയോട് അങ്ങേയറ്റത്തെ സ്നേഹം. അതാ ബഹുമാനപ്പെടുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ള റൂമിലേക്ക് വരുമ്പോഴേക്ക് ആയിഷ ബീബി എപ്പോഴും നല്ല സന്തോഷത്തിലുണ്ടാവും. ഒരു ദിവസം നോക്കുമ്പോ റസൂലുള്ള വിരിപ്പിലെത്തി ആയിഷ ബീബിനെ കാണാനില്ല. കുറെ സമയം കാത്തിരുന്നു. അപ്പണ്ട് ആയിഷ ബീബി ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ വരുന്നു, ബേജാറായിട്ട് വരുമ്പോണ്ടല്ലോ ഒരു ഇങ്ങനെ ഒരു അല്ലേ, അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, ആയിഷു എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ റസൂലുള്ള ചോദിക്കല്. ഞമ്മക്ക് ദേഷ്യപ്പെട്ടാണ്ടല്ലോ, എന്റെ നിലമ്പൂരൊക്കെ ആണെങ്കിൽ ആയിഷ എന്നാണ് വിളിച്ചാലുണ്ടല്ലോ നാട് കൊയങ്ങും. അങ്ങനത്തെ വിളിയാ വിളിക്കാം. സുബ്ഹാനല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി ചോദിച്ചു, ആയിഷു എവിടെ പോയിരുന്നു? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നബിയേ ഞാനിങ്ങനെ നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഒരു ഓത്ത് കേട്ടു. റസൂലുള്ളാഹിന്റെ വീടും റസൂലുള്ളാഹിന്റെ പള്ളിയും ഒരു വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് കടന്നാൽ പള്ളി, ഇങ്ങോട്ട് കടന്നാൽ വീട്. അങ്ങനെയാ റസൂലുള്ളാഹിന്റെ വീടും പള്ളിയുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കിടക്കുമ്പോ തല ഇങ്ങനെ ഉമ്മരപ്പടിയിൽ വെച്ചിട്ട് കിടക്കും. വാതിന്റെ ഉമ്മരപ്പടിയെന്നല്ല ഇവിടെ പറയാം അല്ലെ, ആയിങ്ങനെ തല വെച്ച് കിടക്കും. ആയിഷ ബീബി പറയുന്നു, റസൂലുള്ള പള്ളിയിൽ കിടക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ മുടി ചീകി കൊടുക്കാറുണ്ട്. റസൂലുള്ള പള്ളിക്ക് തല ഇങ്ങോട്ട് വാതിൽമേൽ തല വെച്ചിട്ട് ഇങ്ങനെ കടന്നാൽ ആയിഷ ബീബി പുറത്തിരുന്നിട്ട് മുടി ഇങ്ങനെ ചീകി വെച്ചു കൊടുക്കും. റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ ചീകി വെച്ചാൽ സ്വഹാബാക്കൾ പറഞ്ഞു, മരുഭൂമിയിലെ മണൽ കുന്ന് പോലെയായിരുന്നു റസൂലുള്ളാഹിന്റെ മുടി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മുടി ഇങ്ങനെ പിൻഭാഗത്തേക്ക് റസൂലുള്ള ഇങ്ങനെ മാടി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? മരുഭൂമിയിലെ മണൽക്കുന്ന് കണക്കെ എന്നാണ് ഹദീസുകൾ രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹിന്റെ മുടിയെ സംബന്ധിച്ച്. ആ മുടി ഇങ്ങനെ ആയിഷ ബീബി ചീകി കൊടുക്കും. അത്ര പള്ളിയും ഇതും അടുത്താണ് കിടക്കുന്നത്. ആയിഷ ബീബി പറഞ്ഞു, നബിയെ ഞാൻ നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അതാ പള്ളിയിൽ നിന്ന് ഒരു ഖുർആൻ ഓത്ത് കേട്ടു. റസൂലുള്ള പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നതാ. ഞാനിങ്ങനെ ഖുർആൻ ഓത്ത് കേട്ടു, വല്ലാത്ത സൗണ്ടിലുള്ള ഓത്ത്. അത് കേട്ടപ്പോൾ ഞാൻ ആ ഖുർആനിലങ്ങ് ലയിച്ചുപോയി. ഞാൻ ആ ഓത്ത് കേട്ടിട്ടങ്ങ് ഇരുന്നു പോയി. സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ റസൂലുള്ള ഇങ്ങനെ പള്ളിയിലേക്ക് നോക്കി.
ആയിഷ ബീബിയും എഴുന്നേറ്റ് നോക്കി. അള്ളാ, ഒരു സ്വഹാബി ഇങ്ങനെ ഇരുന്നിട്ട് ഓതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഹാദാ സാലമു, ഇത് നമ്മളെ സാലമല്ലേ, സാലമു മൗല അബീ ഹുദൈഫ റളിയല്ലാഹു അൻഹു. മൂപ്പര് ഏറ്റവും നല്ല സൗണ്ടിൽ ഖുർആൻ വന്ന 4 ആളുകളിൽ ഒരാളാ. അള്ളാ ആയിഷ ബീബിയും റസൂലുള്ളയും രണ്ടാളും ആ ഓത്തിങ്ങനെ കേട്ടു നിന്നു. റസൂലുള്ള പറഞ്ഞു, ഒരാൾ ഓതുക, മറ്റേ ആൾ കേൾക്കുക, രണ്ടും ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ കുട്ടികളെ കൊണ്ട് പഠിച്ചത് ഓദിക്കാന്നുള്ള ഓത്തില്ലേ, ഓദിപ്പിക്ക, നമ്മളത് കേൾക്ക. ഇവിടെ ഞാൻ എന്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീടുകളിൽ മഗ്‌രിബ് നിസ്കാരാനന്തരം ഏറ്റവും ചുരുങ്ങിയത് ഇശാ വരെയുള്ള 1 മണിക്കൂറിൽ പ്രത്യേകിച്ച് ഖുർആൻ പാരായണം എന്ന മാതൃകയുടെ പതിവ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ആ വീട്ടിലെ പതിവ് നിർബന്ധമായി പാലിക്കേണ്ടതിന് മുൻഗണന നൽകേണ്ടത് സഹോദരിമാരെ നിങ്ങളാണ്. പുരുഷന്മാരായ ഞങ്ങൾ വീട്ടിലില്ല പറയുന്ന ഞാൻ വീട്ടിലുണ്ടോ? ഇല്ല. നിങ്ങൾ വീട്ടിലുണ്ടോ? കച്ചവടക്കാര്, ഉദ്യോഗസ്ഥന്മാര് അവിടെ ഇവിടെ ഗൾഫിൽ അങ്ങ് പല സ്ഥലത്തുമാണ്. ഉമ്മമാരെ, നിങ്ങളാണ് വീട്ടിലുള്ളത്. മഗ്‌രിബിക്ക് മുമ്പ് കുട്ടികളെ കുളിപ്പിച്ച് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി. പഴയ കാലത്ത് അങ്ങനെയാണ്, ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് പപ്പടം പൊരിക്കാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, മുരിങ്ങന്റെ കറി വെച്ചിട്ടുണ്ടാവും, പിന്നൊന്ന് താളിക്കാനേ ബാക്കി ഉണ്ടാവുള്ളൂ, തൂമിക്കാനേ അത്രേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതേ പ്രകാരം ഉമ്മമാരെ നമ്മളെ കുട്ടികൾക്ക് മാതൃക കാണിക്കണം. അതേ സമയത്ത് അവിടെ പെണ്ണുങ്ങളാണ് മാതൃക കാണിക്കേണ്ടത്. എവിടെ കുട്ടികൾക്ക്? എപ്പോ? മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ആ സമയത്ത്. അപ്പൊ ആണുങ്ങൾക്കൊക്കെ നല്ല റായത്തായി, ഒരു കഴിച്ചിലായില്ല. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. നമ്മൾ രക്ഷപ്പെടുന്ന വയ്യാളെ നോക്കല്. ജുമാക്ക് പോകുമ്പം 20 മുമ്പെങ്കിലും പോണമെന്നാണ്. അതെന്തേന്ന് വെച്ചു 18 മിനിറ്റ് അൽക്കഫ് ഓതാൻ വേണമെന്ന്. അപ്പൊ ഒരു ചങ്ങായി മറ്റവനോട് സ്വകാര്യം പറയാം, ഞാൻ കഴിച്ചിലായി. എന്തേന്ന് വെച്ചു, എനിക്ക് അൽക്കഫ് അറിയില്ല. കണ്ണുങ്ങൾ ഈ കോലത്തിലാണ് നമ്മളെ കോലുള്ളത്. മനസ്സിലായി? ഇതെങ്ങനെങ്കിലും പഠിച്ചിട്ട് എനിക്കും ആ കൂലി കിട്ടണമെന്ന് അങ്ങോട്ടല്ല. നമ്മളെപ്പോഴും അങ്ങനെയാണ്. ആദായം ഉള്ളത് എന്താ, അതാണല്ലോ നോക്കല്. മൗലിയാർ വേദ പറയുമ്പോ പറഞ്ഞല്ലോ, മെഹറാജിന് 50 വക്കത്ത് നിസ്കാരം കിട്ടി. 50 വക്കത്ത് നിസ്കാരം കിട്ടിയ വേദ ഇങ്ങനെ കേട്ടപ്പോ റസൂലുള്ളാഹി ഇങ്ങോട്ടന്നെ വന്ന്, പിന്നെ അങ്ങോട്ടന്നെ പോയി, പിന്നെ ഇങ്ങോട്ടന്നെ വന്ന്, പിന്നെ അങ്ങോട്ടന്നെ പോയി, പിന്നെ ഇങ്ങോട്ടന്നെ വന്ന്, പിന്നെ അങ്ങോട്ടന്നെ പോയി. അങ്ങനെ ഓരോന്നിലും 5 ചുരുക്കിയിട്ട് എത്ര പോക്ക് പോയി? 9 പോക്ക് പോയി. ഓരോ പോക്കിലും 5 ചുരുക്കി. അങ്ങനെ എത്രയായി? 9 5 45. അങ്ങനെയാണ് പിന്നെ 5 ആയത്. അപ്പൊ ഒരു ചങ്ങായിന് നീച്ച് കസാലയിൽ, ഓന്റെ ഉസ്താദെ ഒരു പോക്കും കൂടി മൂപ്പര് പോയില്ലോ. ഞമ്മളെ രീതി നിൽക്കണത് അങ്ങോട്ട്. എന്താവും ആലോചിക്കണത്? ഒരു പോക്കും കൂടി പോയിക്കണെങ്കിൽ ആ സുബയും കൂടിയാണ് തട്ടിപ്പോയി നിന്നതോട്. സുബ്ഹാന ജല്ല ജലാലു. എന്തേ ഞമ്മക്ക് അങ്ങനെ വരാൻ? മഹാന്മാരങ്ങനെയല്ല വിചാരിച്ചത്. ഓലിക്ക് എന്താ, ഞമ്മക്ക് ഇബാദത്തിന് രുചിയില്ല, മഹാന്മാർക്ക് ഇബാദത്തിന് രുചിയാണ്. അവരോ 5 വക്കത്ത് നിസ്കാരം. ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ, അല്ലാതെ ജമാഅത്തായിട്ട് തന്നെ, അല്ലാതെ 1ാമത്തെ സൊഫിൽ തന്നെ, അല്ലാതെ ഇമാമിന്റെ വലഭാഗത്ത് തന്നെ. അങ്ങനെ അതിന്റെ രുചി കൂട്ടിയെടുക്കാൻ ശ്രമിച്ചു അവര്. പള്ളിയിൽ വാങ്ക് കേട്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കണ ആ സമയത്ത് തന്നെ വീടുകളിൽ പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കും. മുമ്പ് പെണ്ണുങ്ങളൊക്കെ നിസ്കാരമാണ്. അപ്പൊ ആ ആഴത്തിൽ, കാരണം അതിനോട് രുചിയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് സാരമാണ് ഓതുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ജഅല മിസ്ല ഹാദാ മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തുകളിൽ ഇതുപോലത്തെ ഖുർആൻ ഓതുന്നവരെ അല്ലാഹു തന്നല്ലോ. സഹോദരിമാരെ, മഗ്‌രിബ് നിസ്കരിച്ച കുട്ടികൾക്ക് മാതൃക നിങ്ങളാണ്. പുരുഷന്മാരോ, രാവിലെ സുബൈക്ക് നേരത്തെ എഴുന്നേൽക്കാം. അതിന് കിടക്കുമ്പോ ഓർമ്മ വേണം സുബൈന്റെ വാങ്ക് എത്രക്കാണ്. അപ്പൊ ഓർമ്മ വേണം തൊട്ടടുത്ത പള്ളിക്കലെ ജമാഅത്ത് എത്ര മണിക്കാണ്. അപ്പൊ ഓർമ്മ വേണം ഇത് ഖളാ ആകൽ എത്ര മണിക്കാണ്. അതൊന്നും ഓർമ്മയില്ലാത്തവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ രാത്രി പുരുഷന്മാര് കിടന്ന് സുബൈക്ക് നേരത്തെ എഴുന്നേൽക്കാം. പള്ളിയിലേക്ക് മക്കളെ കൂട്ടി ആൺകുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക, പെൺകുട്ടികളൊക്കെ നിസ്കരിപ്പിക്കും. എന്നിട്ടോ അവർ വീട്ടിൽ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് വന്ന് സുബൈക്ക് ശേഷം കുട്ടികളെ ഓത്ത് പഠിപ്പിക്കേണ്ട, മാതൃക കാണിക്കേണ്ട മര്യാദ അത് പുരുഷന്മാരാണ്. എന്തേ? പെണ്ണുങ്ങൾക്ക് അപ്പം 100,000 ജോലിയാണ്. അതറിയാം നിങ്ങൾക്ക്? ഒരു കുട്ടി LKGയിൽ, മറ്റേ UKGയിൽ, മറ്റേ 10ാം ക്ലാസ്സിൽ, മറ്റേ +1, മറ്റേത് അതിന്റെ ഇടക്കുള്ള ക്ലാസ്സിൽ. ഈറ്റങ്ങൾക്ക് എല്ലാം കൂടി ഒരു കൂട്ടർക്ക് അവിടുന്ന് കഴിക്കാൻ, മറ്റവർക്ക് അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ബസ്സിൽ നിന്ന് കഴിക്കാൻ, പിന്നെ പോകുമ്പോൾ അവിടെ ഇറങ്ങി ഓടുമ്പോൾ കഴിക്കാൻ, പിന്നെ അവിടെ ചെന്നിട്ട് കുഴങ്ങുമ്പോൾ കുടിക്കാൻ. ഇങ്ങനെ എത്ര എണ്ണ അത് കെട്ടിവലിച്ച് കൊണ്ടുപോണത്.
സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് ഇതിന്റെ എല്ലാം കൂടി കുട്ടികളെ ബേക്കറി കണ്ടെങ്കിൽ കാർഗിലേക്ക് പട്ടാളം പോയ മാതിരി കുട്ടികളിങ്ങനെ ഈ പോക്കാ പോണത്. ഇതൊക്കെ കൂടെ ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് ഉണ്ടായി കിട്ടിയിട്ട് വേണ്ടേ അതിന്റെ ഇടയിൽ ഖുർആനോദിന്. അത് ഓതാൻ നോക്കണ നേരല്ല പെണ്ണുങ്ങൾക്കപ്പം. അപ്പൊ സുബൈ നിസ്കരിച്ചിട്ട് മക്കളെ വിളിച്ചുണർത്തുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് മര്യാദ കാണിക്കുക, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക, ഇതൊക്കെ അപ്പൊ ആർക്കാ? അത് സ്ത്രീകളാ നോക്കും, പുരുഷന്മാരാ നോക്കേണ്ടത്. മഗ്‌രിബിന്റെ ശേഷം അത് നോക്കേണ്ടത് ആരാ? പുരുഷന്മാരാ. നമ്മൾ രണ്ടു കൂട്ടരും കൂടി നോക്കിയാലോ നമ്മുടെ വീട്ടിലേക്ക് ഇബ്ലീസ് കടക്കാതെ നമുക്ക് നോക്കാൻ പറ്റും. അല്ലാഹു കാക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ശാരീരിക പ്രയാസം, മാനസിക പ്രയാസം, രോഗങ്ങളെ കൊണ്ട് പ്രയാസം, കുടുംബത്തിന് പ്രയാസം, മറ്റ് ഈ പ്രയാസങ്ങൾക്കിടക്ക് നിങ്ങളെ മനസ്സ് ഉരുകി, നമ്മളെ മനസ്സിന്റെ സമനില തെറ്റി, ആ സമനില തെറ്റിയിട്ട് നമ്മൾ മാനസിക പ്രയാസം തീർക്കാൻ വേണ്ടി പിന്നെ ആത്മഹത്യക്ക് പോവുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹബീബ് റസൂലുള്ളാഹി ഓരോ മനുഷ്യന്റെ ഹൃദയത്തും അവന്റെ ശരീരം നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. എന്നാൽ ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ യാസീനാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരുടെ ഹൃദയത്തിലും യാസീൻ ഉണ്ടാവണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യാസീൻ പ്രിയപ്പെട്ടവരെ, അതാണല്ലോ പ്രതിസന്ധി അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയമേതാ? മരണം ആസന്നമായി കിടക്കുന്ന സമയ. ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലക്കനൂ മൗതാക്കും സൂറത്ത യാസീൻ. മരണമാസന്നമായവർക്കും മരണപ്പെട്ടവർക്കും നിങ്ങൾ യാസീൻ ഓദിക്കോ. യാസീൻ. ഖബറാകുന്ന 6 അടി മണ്ണിൽ ആരോരുമില്ലാതെ കിടക്കുന്ന സമയത്ത് അടുത്തടുത്തടുത്തടുത്ത് ഖബറുകളുണ്ട്. ഒരു ഖബറിന്റെ സ്ഥിതി മറ്റൊരാൾക്ക് അറിയാൻ പാടില്ലാത്ത കിടപ്പാണ് കേട്ടോ. കൊടിഞ്ഞി ഖബർസ്ഥാനിൽ എത്ര മയ്യത്തുകൾ കിടക്കുന്നുണ്ട്. അല്ലാ, വലിയ വലിയ ഖബർസ്ഥാനുകളിൽ എത്ര ആൾ കിടക്കുന്നുണ്ട്. ഒരാളുടെ സ്ഥിതി മറ്റൊരാൾക്ക് അറിയില്ല. അടുത്തടുത്ത് ഖബറുകളാണ്. ആ കിടക്കുന്ന സമയത്ത് മുഅ്മിനേ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ ഖബറിലും മറ്റന്നാ മഹ്ശറിലും അല്ലാഹു വേണ്ടുക വെച്ച ഏത് സ്ഥലത്തും നമുക്കുള്ള രക്ഷാമാർഗം, നമ്മുടെ പ്രകാശം അത് ഖുർആനാണ്. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തേ ആ സൂറത്തിനുള്ളൂ. അതെങ്ങാനും നിങ്ങൾ പതിവായി ഓതുകയാണോ പ്രിയപ്പെട്ട മുഅ്മിനേ, ആ സൂറത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? കുടുംബങ്ങളും കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുമായി നാട്ടിൽ താമസിക്കുന്നതിനൊക്കെ പെട്ടെന്ന് മരണം പിടിപെട്ടു. അസ്റായീൽ അലൈഹിസ്സലാം നമ്മെ പിടിച്ചു. അല്ലാ, നമ്മളെ മയ്യത്ത് ഖബർസ്ഥാനിലെത്തി. അതാ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് യസ്മഉ ഖർഅൻ ആലിഹിം, മയ്യത്ത് മറവ് ചെയ്ത് പിരിഞ്ഞു പോകുന്ന ആളുകളെ ചെരുപ്പിന്റെ കറകറ സൗണ്ട് ഖബറിൽ കിടക്കുന്ന ആള് കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുടുംബങ്ങളൊക്കെ വീണ്ടും ഒത്തു. ഖബറാളി ഒറ്റക്കാണ്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, മോനെ, നിന്റെ മയ്യത്ത് ഖബറിലേക്ക് അങ്ങോട്ട് എത്തുന്നതോടുകൂടെ നിനക്ക് ഖബറിൽ ഒരു പരിചയക്കാരൻ, ഖബറിൽ ഒരു കൂട്ടുകാരൻ, ഖബറിലേക്ക് ഒരു തുണ നിനക്ക് വേണോ? വിശുദ്ധ സൂറത്തുണ്ട്, 30 ആയത്തേ ആ സൂറത്തിനുള്ളൂ. അത് പതിവായി ഓദിക്കോ. അത് നിനക്ക് ഖബറിലേക്ക് ഒരു കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ സൂറത്ത്? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന മധ്യേ താൽക്കാലികമായി ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നു. വിശ്രമ സമയത്ത് സ്വഹാബാക്കൾ അവർ ഓരോരുത്തരെയും വാഹനം പാർക്ക് ചെയ്യുക. ഇന്നത്തെ കാറ്, ബൈക്ക്, മറ്റതുപോലെ അവരുടെ കയ്യിൽ അന്നുള്ളത് ഏതാണ്? ഓരോ സൈസ് വാഹനങ്ങളാ. അതേതാ? കുതിരയും ഓവർകൈതയും അതുപോലെ തന്നെ ഒട്ടകവും, ഇതൊക്കെയാണ് വാഹനം. ആ വാഹനങ്ങളെ കെട്ടുന്നതിന് വേണ്ടി ഓരോരുത്തരും വാഹനങ്ങൾ കെട്ടിയിട്ട് ചെറിയ ഹൈമ ഉണ്ടാക്കുക, ടെന്റ്. ആ ടെന്റ് കെട്ടുന്നതിന് വേണ്ടി ഒരു സ്വഹാബി മണ്ണിങ്ങനെ നീക്കിയിട്ട് ടെന്റിന്റെ കാല് നാട്ടിയപ്പോൾ കാലങ്ങ് താഴ്ന്നുപോയി. കാല് അടിയിലേക്ക് അങ്ങ് താഴ്ന്നുപോയി. പെട്ടെന്ന് അദ്ദേഹം പേടിച്ചു. സുബ്ഹാനല്ലാഹ്, അടിയിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാനിട വന്നു. ചെവി താഴ്ത്തിപ്പിടിച്ച് നോക്കുമ്പോൾ അല്ലാ, ഭൂമിക്കടിയിൽ നിന്ന് ഖുർആൻ ഒത്ത് കേൾക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബി മണ്ണ് നീക്കിയത് ഒരു ഖബറിന് മുകളിലായിപ്പോയി.
അല്ലാ അല്ലാ ഖുർആൻ ഓത്ത് കേട്ട സ്വഹാബി ഓടി ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, മുത്തനബിയുടെ തിരുഹദറത്തിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ ഞാനിങ്ങനെ കൈമക്ക് കാല് നാട്ടിയപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ഖുർആൻ ഓത്ത് കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ ഏതാ നീ കേട്ടത്? സ്വഹാബി അങ്ങ് ഓതാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അതാണ് ഞാൻ കേട്ടതിന്. അതങ്ങ് കേട്ടപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അത് സൂറത്തുൽ മുൽക്കാണ്, അത് തബാറക്കയാണ്. എന്താണ് ആ സൂറത്തിന്റെ പ്രത്യേകത? ഹിയൽ മുൻജിയതു ഹിയൽ മാനിഅതു തുൻജീഹി മിൻ അദാബിൽ ഖബർ. സദഖ റസൂലുള്ളാഹി. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? മോനെ ആ സൂറത്ത് ഹിയൽ മുൻജിയതു ഹിയൽ മാനിഅതു, ഈ സൂറത്ത് പതിവായി ഓതിക്കോ, അതിന്റെ പതിവുകാരനെ അത് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പോരാ, നരകത്തിന്റെ പുക പോലും തട്ടാതെ ഇവന് കാവൽക്കാരനായി നിൽക്കും. പോരാ, തുൻജീഹി മിൻ അദാബിൽ ഖബർ. തബാറക്ക പതിവുള്ള ആളെ ഖബറിലേക്ക് താഴ്ത്തിവെച്ചാൽ ഉടനെ തബാറക്ക അവിടെത്തും. നമ്മൾ കുടുംബവും കൂട്ടവും ഒക്കെ പിരിഞ്ഞ്, എത്ര സ്നേഹമുള്ളവരും പിരിഞ്ഞു പോന്നു അല്ലേ? എല്ലാവരും പിരിഞ്ഞു. ഉടനെ നമ്മുടെ റൂഹ് ഖബറിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ റൂഹിനൊപ്പം പറന്നെത്തുന്ന കൂട്ടുകാരൻ തബാറക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, തബാറക്ക ഓതാൻ 5 മിനിറ്റ് മതി. നല്ല സൗണ്ടിൽ നല്ല മട്ടത്തിൽ തബാറക്ക ഓതാൻ 5 മിനിറ്റ് മതി. തബാറക്ക പതിവാക്കിക്കോ. തബാറക്ക ഖബറിലെത്തിയാൽ ഖബറിന്റെ മണ്ണ് നമ്മുടെ ശരീരത്തിനെ തൊടുന്നതിനെ തബാറക്ക അനുവദിക്കുകയില്ല. ഖബറിന്റെ പുഴുക്കൾ, ഖബറിന്റെ പാമ്പുകൾ, ഖബറിന്റെ ഭിത്തി, ഖബറിന്റെ തുൻജീഹി മിൻ അദാബിൽ ഖബർ. ഏകാന്തതയുടെ ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നിനക്കൊരു കൂട്ടുകാരനെ വേണ്ടേ? അത് തബാറക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രി ഓതുന്നത് കൂടുതൽ നല്ലതാണ്. സമയം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഓതുക. തബാറക്കയുടെ പതിവ്, യാസീന്റെ പതിവ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആയത്തുൽ കുർസി ഞാൻ നേരത്തെ ഉണർത്തി. ആളുകൾ ഇങ്ങനെ വിചാരിക്കാണ് ഒക്കെ ഇപ്പൊ ആഖിറത്ത് കൊള്ളും, ഞമ്മക്ക് ഇവിടെയും വേണ്ട ജീവിക്കാൻ പഠിച്ചോനെ അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിലേ. അല്ല, ഇവിടെ നമ്മളെ കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാകാന്, ആ തേങ്ങക്കൊക്കെ ഒന്ന് വില കൂടാന്, പിന്നെന്താണ് നമ്മളെ കുരുമുളകൊക്കെ ഒന്ന് നന്നായി കിട്ടാന്. ഗൾഫിൽ ആ ചെറുക്കം പോയിട്ട് കുറെ ആയി. അപ്പോ പിന്നെ അത് നോക്കാന് അങ്ങനെ നമ്മൾ ദുനിയാവ് കൊണ്ടും കുറച്ച് കിട്ടുള്ളൂ. കിട്ടണ്ടേ? എന്താ നിങ്ങളെ ഇപ്പറയും തീരെ വേണ്ടേ? എന്നാ പിന്നെ പറയേണ്ടേ ഇല്ല. എന്നാ കേട്ടോ, കച്ചവടം ഒന്ന് ഉഷാറാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്കെല്ലാവർക്കുമുണ്ട് ദുനിയാവ്. ദുനിയാവിലെ ജീവിതം സന്തോഷകരമാണ്. ഇവിടെ കടം കൊണ്ട് വലഞ്ഞ് ഇവിടെ പ്രയാസപ്പെട്ട് ആയാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമുക്ക് താങ്ങാനാവാത്ത ഒരു പ്രതിസന്ധിയും തരാതിരിക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബുനാ റസൂലുള്ളാഹി ലോകത്ത് മുഴുവനും സാമ്പത്തിക മാന്യം, അതിന്റെ പ്രയാസം, അതിന്റെ ബുദ്ധിമുട്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ചർച്ച നടക്കുന്നതിനിടക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഹബീബുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ സൂറത്ത് നിങ്ങൾ പതിവായി ഓതിക്കോ. ആ സൂറത്ത് നിങ്ങൾ പതിവായി ഓതിക്കോ. ആ സൂറത്ത് പതിവാക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവുകയില്ല. പടച്ചോനെ, സമയം ഇരുട്ടായി തുടങ്ങി, ചെറിയ ചെറിയ മക്കളുണ്ട്, ഭക്ഷണമുണ്ടാക്കാൻ അരിയില്ലല്ലോ. ഈ ബേജാറ് ഒരു മനുഷ്യന് വരാതിരിക്കാൻ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. പടച്ചോനെ, പീഡ തുടങ്ങിയിട്ട് എന്തൊക്കെ കച്ചവടം തുടങ്ങി നോക്കി, ഒന്നിലും ഒരു വർക്കത്തില്ല. കുട്ടി നേരെ ഓടി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇനി ആടുകളെ നോക്കാൻ ഞാനില്ല, ഞാനിന്ന് 2 അത്ഭുത സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സംഭവമൊക്കെ പറഞ്ഞു.
അല്ലാ ഉമ്മ കുട്ടിയെ കുളിപ്പിച്ചു. നേരെ കൈ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയേ ഇതെന്റെ മോനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ നിങ്ങൾ പറഞ്ഞില്ലേ അന മുഹമ്മദുർ റസൂലുള്ളാഹി വഹദാ സ്വദീഖി അബൂബക്കർ, ഞാനായിരുന്നു ആ ആടിനെ മേച്ച കുട്ടി, ഞാൻ ഇനി ഇവിടെ താമസിക്കാണ്. ഷഹാദത്തി കലിമ റസൂലുള്ള ചൊല്ലിക്കൊടുത്തു. 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് കണ്ടനുഭവിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ താമസിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കളയിലേക്ക് പോകാൻ അധികാരമുണ്ടായിരുന്ന സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ കൂടെ താമസിച്ചു. സിദ്ദീഖ് തങ്ങളെ കൂടെ താമസിച്ചു. ഉമർ ഖത്താബ് തങ്ങളെ കൂടെ താമസിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ റസൂലുള്ള വഫാത്തായ ശേഷം പിന്നെ ഖലീഫയായി വന്ന എല്ലാ ഖലീഫമാരും 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരുപാട് ചരിത്രമുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്. അല്ലാഹ് ഇസ്ലാമിക അടിത്തറ ഉറപ്പിക്കുന്നതിൽ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങളായ 4 സ്വഹാബാക്കളുണ്ട്. അൽ അബാദലത്തിൽ 4 അബ്ദുള്ളമാർ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഈ 4 മഹാന്മാർ റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ചവരാ, ഹദീസ് പഠിച്ചവർ. ആ 4 ആളിലേക്ക് മുട്ടുന്നതാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇത് ഈ 4ലേക്ക് ചെന്ന് ചേരുന്നതാ. 4 ആളെ മദ്ഹബ് നോക്കിയാൽ 4 അബ്ദുള്ളമാരിലേക്ക് എത്തും. അത് റസൂലുള്ളാഹി. അങ്ങനെയാണ് 4 മദ്ഹബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാനിപ്പോ അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ റസൂലുള്ളാഹിന്റെ കൂടെ താമസിക്കുമ്പോഴുള്ള കാര്യം? കൊച്ചുകുട്ടിയാകുമ്പോ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എടുത്ത് വെക്കല. എപ്പോ റസൂലുള്ള ചെരുപ്പ് അയച്ചു വെച്ചോ അപ്പൊ ആ ചെരുപ്പ് കുട്ടിയെടുക്കും. എന്നിട്ട് അത് തോത്തി റെഡിയാക്കിയിട്ട് അത് കയ്യിൽ പിടിക്കും. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ പിടിക്കാം. 2 കൈയോട് നെഞ്ചിൽ ഇങ്ങനെ കൂട്ടിയേ പിടിക്കോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പ് ഒരിക്കലും അരക്കെട്ടിന് താഴെയാക്കി പിടിക്കാറില്ല. ബഹുമാനമുള്ള സാധനം അങ്ങനെയാണ്. നമ്മളെ ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണം. ഞങ്ങൾക്ക് തുഅഫ് ഓതി തരുന്ന സമയത്ത് ഒരു ദർസിന് വരുമ്പോൾ കിതാബ് ഇങ്ങനെ പിടിച്ചിട്ടാ വരും. ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദ് ബുഖാരി ദർസിന് പോകുമ്പോൾ കിതാബ് ഇങ്ങനെ പിടിച്ചിട്ടാ പോകും. നെഞ്ചിനെ ഏത് ഉസ്താദുമാരും അങ്ങനെയാ. കിതാബ് ഇങ്ങനെ ഉയർത്തിയേ പിടിക്കുള്ളൂ, അരക്കെട്ടിന് താഴെയാക്കി പിടിക്കൂല. ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കുക തന്നെ വേണം. ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കുക തന്നെ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ് അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 2 കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു പിടിക്കും. 2 കൈ കൊണ്ടും ജോലി ചെയ്യുന്ന സമയത്ത് ഇത് താഴെ വെക്കാതെ ചെരുപ്പ് ഇങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് 2 കൈ കൊണ്ടും ജോലി ചെയ്യും. സഅദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി, റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുത്ത് ഖിദ്മത്തെടുത്തിട്ട് സ്വർഗം സമ്പാദിച്ച സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ താമസിച്ചു. സിദ്ദീഖ് തങ്ങളെ കൂടെ താമസിച്ചു. അവിടുത്തെ വഫാത്തിന് ശേഷം ഉമർ ഖത്താബ് തങ്ങളെ കൂടെ താമസിച്ചു. അവിടുത്തെ വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഞാൻ പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ ഖലീഫയായ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി, കിടപ്പിലായി. ആളുകളൊക്കെ രോഗം സന്ദർശിക്കാൻ വേണ്ടി വരിക. അല്ലാഹു അതൊരു ഇബാദത്താണ്, വല്ലാത്ത ഇബാദത്താണ് രോഗം സന്ദർശിക്കൽ. 2 നിലക്ക്. 1 രോഗിക്ക് സമാധാനം, 2 ഞമ്മക്കൊരു ഈമാൻ വർദ്ധിക്കൽ. നമ്മളൊപ്പം സംസാരിച്ചും കൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഓനാണ് കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താണ് അസറായിൽ കിടക്കാത്ത അല്ലാത്ത ഹെൽമെറ്റിൽ കൊടുക്കാൻ പറ്റാത്തൊരു റൂമുണ്ടല്ലോ ആസ്പത്രിയിൽ, അതിനെന്താ പറയുക? ICU. എല്ലാവർക്കും ഓർമ്മ ഉണ്ട്, അള്ളാഹ് കാക്കട്ടെ. അപ്പൊ പിന്നെ ICUലാക്കി. നമ്മൾ കാണാൻ പോയപ്പോ പിന്നെ മൃഗശാലയിൽ ചെന്നാണ്ടല്ലോ ഒരു കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കൽ എന്ന മാതിരി ഓ ഇങ്ങോട്ടും നോക്കാം, നമ്മൾ അങ്ങോട്ടും നോക്കാം. പൊരുത്തപ്പെടിപ്പിക്കാനും കൂടി പറ്റൂല, അങ്ങനെയാ കിടക്കണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നമ്മൾ രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ പടച്ചോനെ ഈ കടത്ത നാളെ ഞാൻ കടക്കേണ്ടി വന്നാലോ, നമ്മളെ ഈമാൻ നന്നായി നമുക്കൊന്ന് നല്ലിക്ക് പോകാനുള്ളൊരു ചാൻസ്. മറ്റോന്റെ രോഗം നമ്മൾ കാണാൻ ചെല്ലുമ്പോ ഓനിക്കൊരാശ്വാസം, ഞാൻ സുഖമില്ലാത്ത പോലൊക്കെ വന്നല്ലോ, ആശ്വാസം ആവുമെങ്കിൽ പോയാൽ മതിട്ടാ. ചില ആൾക്കാർ രോഗം കാണാൻ പോകാതൊക്കെ ആയിരുന്നു. നാളെ നമ്മളെ കുഞ്ഞൈദീന് പിന്നെ ഓനെ കൊണ്ടേക്കണമല്ലോ. അപ്പൊ അതിനെല്ലാവരുമാണ് ചെന്ന് ആസ്പത്രിയിൽ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഗ്യാസാന്നാ തോന്നണത്, ഒരു ഇഞ്ചക്ഷൻ തരാം, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതിയാണ്. ഇഞ്ചക്ഷൻ വെച്ചുകാണ്ട് ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ അവിടെ കടന്നു കുറച്ചാണ്. അപ്പോഴേക്ക് ബലം കൂടി ചെന്ന്
ചെന്നിട്ട് ഓന്റെ അടുത്തുനിന്ന് ഇവരിങ്ങനെ പറയാണ്, ഇതേ വേദനയുള്ള പണ്ട് നമ്മളെ മറ്റവനുണ്ടായത്, പിന്നെ ഓന്റെ മയ്യത്തല്ലേ നമ്മൾ കണ്ടത്, ഇതേമാതിരി ഒരു വേദനയുള്ള പണ്ട് മറ്റവനുണ്ടായത്, പിന്നെ ഓൻ മുണ്ടിയിട്ടില്ലേ. ഇതിങ്ങനെ കേട്ട് കിടക്കാണ് ഈ ചങ്ങായി. 1 മണിക്കൂർ കഴിഞ്ഞ് ഓനെ ഡോക്ടറെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പം അറ്റാക്ക് ഉണ്ടായിക്കണം. കാരണം ബലി വർത്താനം കൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ പോകണ്ട. അല്ലേ കണ്ടി നമ്മളെ നാട്ടില് പണ്ട് കപ്പലിന് അജ്ജിന് പോയി കുഞ്ഞിരായിനാജി. അങ്ങനെ മൂപ്പര് കപ്പലിൽ നിന്ന് മരിച്ചു. കപ്പലിൽ നിന്ന് മരിച്ച വിവരം ഇവിടെ നാട്ടിൽ കിട്ടി നോക്കുമ്പം മൂപ്പരെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കരച്ചിലും പിടിച്ചിലും കിടക്കുന്നവരോടെല്ലാം കൂടി ഭയങ്കര വിഷമം ഉറപ്പന്നല്ലേ. അതിൽ പിന്നെ പെണ്ണുങ്ങളൊക്കെ കുറെ കുപ്പായൊക്കെ ഇട്ട് സമാധാനിപ്പിച്ചാൽ മാടി പോണ പെണ്ണുങ്ങളെ ജാഥ വരണ്ടു തുടങ്ങി. ഇവളെ മരണവാർത്ത കേട്ടിട്ടാകെ ബേജാറായി കിടക്കണ പെണ്ണുങ്ങൾ അതിന്റെ അടുത്ത് പോയി കുത്തിനുകാട് പെണ്ണുങ്ങൾ തുടങ്ങി കിസ്സ പറയും, എടീ ഇജ്ജറിഞ്ഞോ കപ്പലിനാണോലോ, ഒരു പെണ്ണുങ്ങളെ കപ്പലിനാണോലോ, അവ മറ്റേ അങ്ങനെ തന്നെയാണ് കടലിലേക്ക് താത്തിയേക്കാണോലോ. അപ്പൊ മറ്റേ പെണ്ണുങ്ങൾ മീനൊക്കെ അങ്ങനെ കൊത്തി കൊത്തി തിന്നാണോലോ. നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ പോണ്ടേ കൊടുക്കും, മറ്റോര് എന്തെങ്കിലും ആയിക്കോട്ടെ. സമാധാനിപ്പിച്ചാൻ പോയതാ ഇപ്പൊ വരെ മരിച്ച വർത്താനം കേട്ടിട്ട് ബോധം കെട്ടുകാണ്ടും അല്ലാതെയൊക്കെ കടക്കണതിന്റെ അടിയിൽ ഇപ്പര വക എന്താ ഇപ്പൊ സമാധാനിപ്പിച്ചത്, മീനിങ്ങനെ കൊത്തി കൊത്തി. നിങ്ങളെ അള്ളാനെ വിചാരിച്ച് എവിടേക്കും പോണ്ട, ഇത് കൊടുത്തിരുന്നാ മതി. ഹബീബുനാ റസൂലുള്ളാഹി. അയൽവാസികൾ, നാട്ടുകാർ, കുടുംബങ്ങൾ, കൂട്ടുകാർ രോഗം സന്ദർശിക്കാൻ പോകണം, അതൊരു ഇബാദത്താ. പക്ഷെ രോഗിയുടെ അടുക്കൽ അധിക സമയം നിൽക്കരുത്. അത്യാവശ്യമായി സംസാരിക്കുക, സമാധാന വാക്കുകൾ പറയാ, ഖൈറുകൊണ്ട് ദുആ ചെയ്യാ, ഹക്കടപാടുണ്ടെങ്കിൽ പറയാ, റാഹത്തായിട്ട് വേഗം പോരാ. ഏതെങ്കിലും ഒരാൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് രോഗിക്ക് കൂടുതൽ സമാധാനം കിട്ടുന്ന ഒരു രംഗമുണ്ടോ, അവർ മാത്രമേ നിൽക്കേണ്ടതുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിൽക്കുന്നവർ തന്നെ എന്താ, ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പനിച്ച് വിറച്ച് കിടക്കുക. ഖദീജ ബീവി അടുത്ത് വന്നിരുന്നു. എന്നിട്ടോ ഒരു കൈ കൊണ്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ തടകി കൊടുത്തു. എന്നിട്ട് എന്താ ഖദീജ ബീവി പറയുന്നത്, നബിയെ തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കൂല, അള്ള നിങ്ങളെ കൈയൊഴിക്കൂല. യത്തീമക്കളെ പോറ്റുന്ന ആളല്ലേ, പാവങ്ങളെ നോക്കുന്ന ആളല്ലേ, വിധവകളെ സഹായിക്കുന്ന ആളല്ലേ, കണ്ണ് കാണാത്തവരെ സഹായിയല്ലേ, രോഗികൾക്ക് ആശ്വാസമായ ആളല്ലേ. അള്ള നിങ്ങളെ കൈയൊഴിക്ക് ഒരിക്കലും ഉണ്ടാവൂല കേട്ടോ നബിയെ. ആശ്വാസത്തിന്റെ വാക്ക് ഭാര്യയുടെ ഭാഗത്ത് നിന്ന്. ഇതിപ്പോ സുഖമില്ലാതെ അപ്പഴും പറഞ്ഞേക്കണ ഞാൻ ആ ഉച്ചക്ക് പോണ്ടാന്ന്, ഇപ്പൊ എന്നിട്ട് കടക്കണേ വേണ്ട. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട, എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളൂ. ഹബീബുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ സ്വഹാബി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടപ്പായി. സ്വഹാബാക്കളൊക്കെ വന്ന് രോഗം ഇങ്ങനെ സന്ദർശിക്കുന്നു, രോഗം സന്ദർശിച്ച് തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അതാ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. രോഗബാധിതനായി കിടക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗത്തിരുന്നുകൊണ്ട് ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, കൈഫ ഹാലുക യാ ഹബീബി, എന്താണ് നിങ്ങൾക്കുള്ള വിവരം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സന്തോഷമാണ്, സുഖമാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ ചോദിച്ചു, അല്ല എന്താണ് മുഖത്ത് വല്ലാത്തൊരു പ്രയാസം കാണുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, നാം ഈ സഭ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ല മുഖത്ത് എന്താണ് ഒരു വൈമനസ്യം, എന്താണ് ഒരു പ്രയാസം
എന്താണ് ഒരു ക്ഷീണം? ഒന്നുമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഓർക്കുകയാണ്. എന്തേ, എന്റെ കൂടെയുള്ള എത്ര ആളുകൾ പോയി, അവരിൽ എത്ര പേർക്ക് റസൂലുള്ള ജനാസ നിസ്കരിച്ചു, അങ്ങനെ എന്തെല്ലാം ഭാഗ്യം അവർക്ക് കിട്ടി, അതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ എന്താണ് നിങ്ങളെ പ്രതീക്ഷ? റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാലല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. ആരാണ് ഈ പറയുന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു. 7-ാമത്തെ വയസ്സ് റസൂലുള്ളാഹിന്റെ കൂടെ താമസിച്ചിട്ട് എല്ലാ ഖുലഫാഉർ റാഷിദീങ്ങളെ കൂടെയും സേവനം ചെയ്തിട്ട് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ആ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്റെ കയ്യിൽ പ്രതീക്ഷ ഒന്നുമില്ല. റഹ്മത്ത് റബ്ബി, റബ്ബ് കാരുണ്യവാനല്ലേ, റബ്ബ് കൃപയുള്ളവനല്ലേ, അള്ളാഹുവിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലോ. അതങ്ങ് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേരത്തെ പൊതുസഭയിൽ നിന്ന്, ഇസ്ലാമിന്റെ പൊതു ഖജനാവിൽ നിന്ന് നിങ്ങളുടെ സേവനത്തിന് ഒരു പൊതു ഫണ്ട് പാസാക്കി വെച്ചതുണ്ട്, അത് നിങ്ങൾക്കൊരു സമ്മാനമായി ഞാൻ പ്രഖ്യാപിക്കട്ടെ എന്ന് ചോദിച്ചു. നേരത്തെ മൂപ്പരത് വേണ്ടാന്ന് പറഞ്ഞതാ. ഇപ്പൊ ഈ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കത് തരട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, വേണ്ട, നിങ്ങളെ സമ്മാനം എനിക്ക് വേണ്ട. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങളത് നിഷേധിക്കണ്ട, നിങ്ങൾക്ക് ചെറിയ ചെറിയ പെൺകുട്ടികളല്ലേ, നിങ്ങളെ കാലശേഷം ഈ പെൺകുട്ടികൾക്കെങ്കിലും ആ സംഖ്യ ഉപകരിച്ചോളും, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പാസാക്കി തരാം. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നത്, ഉമ്മമാരെ, സഹോദരിമാരെ, എന്താ ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നത്? അത്തഖ്ശാ അലാ ബനാതി, എന്റെ പെൺമക്കളെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടോ? അവരെ കെട്ടിച്ചയക്കൂലാന്നോ? കെട്ടിച്ചയച്ചോടത്ത് സുഖം കിട്ടൂലാന്നോ? അവർക്ക് പട്ടിണിയാകുന്നോ? യാതൊരു വിഷമവും വേണ്ട. എന്റെ പെൺകുട്ടികൾ കഷ്ടപ്പെടൂല, എന്റെ വീട്ടുകാർ വിഷമിക്കൂല. എന്തേ? ഹബീബുനാ റസൂലുള്ളാഹി മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈല ലം തുസിബുഹു ഫാഖത്തുൻ സദഖ റസൂലുള്ളാഹി. എല്ലാ ദിവസവും ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത് അവർക്ക് പട്ടിണിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുതൽ ഞാനത് ഓതുന്നുണ്ട്, എന്റെ ഭാര്യ ഓതുന്നുണ്ട്, എന്റെ പെൺമക്കളെ കയ്യിലെല്ലാം ഇദാ വഖഅത്തിൽ വാഖിഅ ഉണ്ട്. അതവരെ കയ്യിലുള്ള കാലത്തോളം എന്റെ മക്കളെ കാര്യത്തിൽ പേടിക്കണ്ട. ഓ പ്രിയപ്പെട്ടവരെ, മരണത്തോട് അടുത്തവര് പിതാവിന്റെ സമാധാനം എന്താ? എന്റെ പെൺമക്കൾ കയ്യോ വിഷമിക്കൂല, ഒരു ഭർത്താവിനെ കിട്ടാതെ, അവർ കെട്ടിച്ചോർത്ത് സുഖം കിട്ടാതെ അവര് വിഷമിച്ച് പ്രയാസപ്പെടുന്നവരവസ്ഥ അവർക്ക് ഉണ്ടാവൂല. എന്തേ? അവരുടെ കയ്യിലൊക്കെ ഇതാവക്കാലത്തിൽ വാക്യാവുണ്ട്. ഓർത്തു നോക്ക് സഹോദരങ്ങളെ, നമ്മൾ വയലു കേൾക്കുമ്പോ, നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയുകയാണോ? തീർച്ചയായും അതിന്റെ ഫലം കാണും, അതിന്റെ ഫലം കാണും. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തന്ന ഈ ഡ്യൂട്ടി ഫ്രീ കിറ്റിലുള്ളത് എന്തൊക്കെയാണ്? ഡ്യൂട്ടി ഫ്രീ കിറ്റിൽ 1 ആയത്തുൽ കുർസി പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദതൈനിയും പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അക്കൂട്ടത്തിലെ ഖുൽ ഹുവല്ലാഹു ധാരാളമായി ഓതാൻ ഭാഗ്യം തരണേ അല്ലാഹ്. സൂറത്തു യാസീൻ, അതിന്റെ പതിവ് നമുക്കും നമ്മളെ മരണപ്പെട്ടവർക്കും കൂടി ചേർത്തുകൊണ്ടാണ്. കബറാളികൾക്ക് വേണ്ടി ഒരു യാസീൻ, അത് നമുക്കും കൂടി കൂട്ടിക്കിട്ടുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മളെ കിറ്റിൽ പിന്നെന്താ ഉള്ളത്? ഒരു തബാറക്ക, പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പിന്നെ ഇദാ വഖഅത്തിൽ വാഖിഅ. ഇനി ഒന്നും കൂടി അയക്ക് വെച്ചിങ്ങാട് കെട്ടല്ലേ നമ്മള് ലഗേജ്? ഇനി സ്ഥലം ഉണ്ടായിട്ട് സ്ഥലം ഇല്ലെങ്കിൽ ഇതുമ്പോ മതിയാക്കാം. എന്താ വേണ്ടി? സ്ഥലമുണ്ടോ? നമ്മളുണ്ടല്ലോ പോണ പോക്കിൽ ഇതും കൂടി വാങ്ങിയാണ്ടല്ലോ, ഒരു കാരക്കും കൂടി വാങ്ങല് അല്ലേ? നാൾ വെച്ച് കെട്ടല്ലേ നമ്മള്. ഹബീബുനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഫറളായ ജുമാ പുരുഷന്മാർക്കാണ്, അവിടെ പെണ്ണുങ്ങൾക്ക് ളുഹറാണ് ഫറള്. പക്ഷെ വെള്ളിയാഴ്ച കുളിക്ക, വെള്ളിയാഴ്ച നഖം മുറിക്ക, വെള്ളിയാഴ്ച സ്വലാത്ത് കൂടുതൽ ചെല്ല, വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതുക. അതാർക്കൊക്കെ ഉണ്ട്? അതാണിനും പെണ്ണിനും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സൂറത്തുൽ കഹ്ഫ്
എന്താണ് അൽ കഹ്ഫ് സൂറത്തിന്റെ പ്രത്യേകത? അത് പറഞ്ഞ് ഞാൻ നിർത്തും. എന്താ അൽ കഹ്ഫ് സൂറത്തിന്റെ പ്രത്യേകത? ഈ കാലഘട്ടത്തിൽ അത് പ്രത്യേകം പഠിക്കണം. ഒന്ന്, അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യം മുതൽക്ക് 10 ആയത്തുകൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അങ്ങനെ ഓതിപ്പോയാൽ 10ാമത്തെ ആയത്ത് റഷദ എന്നെത്തും. എന്തെത്തും? റഷദ. 10ാമത്തെ ആയത്ത്. 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ പതിവായി ഓതുക എല്ലാ ദിവസവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ചയാകുമ്പോൾ ആ സൂറത്ത് മുഴുവനുമായി ഓതുക. വെള്ളിയാഴ്ചയാകുമ്പോൾ ആ സൂറത്ത് മുഴുവനും ഓതുക. അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ പതിവുണ്ടോ? അവന്റെ ഈമാൻ തെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാവരുടെ ഈമാനും തെറ്റിക്കുന്ന ഒരു പിശാച് വരാനുണ്ട്. എല്ലാവരുടെ ഈമാനും തെറ്റിക്കുന്ന ഒരാൾ. അതാണ് ആര്? ദജ്ജാൽ എന്ന ശൈത്താൻ. ആ ദജ്ജാലിന് 5 വഖത്ത് നിസ്കാരത്തിന് മൊമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. നമ്മൾ ദജ്ജാലിന്റെ ഫിത്നയെ കാവലിനെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ റസൂല് പറഞ്ഞു, ആരാണോ അൽ കഹ്ഫ് സൂറത്ത് പതിവായി ഓതുന്നത് അവന്റെ ഈമാൻ തെറ്റുകയില്ല. വൈൻ ഖറജ ദജ്ജാലു, ദജ്ജാൽ തന്നെ വന്നാലും അൽ കഹ്ഫ് ഓതുന്നവന്റെ ഈമാൻ തെറ്റിക്കുക സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഡ്യൂട്ടി ഫ്രീ കിറ്റിൽ അൽ കഹ്ഫും കൂടി വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. പടച്ചവനെ ഞങ്ങളെ ഖുർആനിന്റെ പതിവുകാരാക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് കൽബ് പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് മക്കൾക്ക് പ്രകാശം നൽകണേ അല്ലാ. ഖുർആൻ കൊണ്ട് വീട് പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് ഞങ്ങൾ എല്ലാറ്റിനും നീ വെളിച്ചം നൽകണേ അല്ലാ. ഇന്ന് സമാപന ദിവസം ആണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ സംഘാടകർക്കും പറയാനുണ്ട്. കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം ആവർത്തിച്ച് പറഞ്ഞ് തങ്ങളെ ദുആഇന് ഒരുങ്ങുകയാണ്.